Alhamdulillah, Alhamdulillah, Alhamdulillahil wahidil ahad, al-faradis samadil ladzi lam yalid wa lam yulad wa lam yakul lahu kufuwan ahad. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم وإن عدتي عند كل شدة ويا مجيبي عند كل دعوة ويا أنيسي عند كل وهسة ويا رجائي حين تنقطع حيلتي سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا أفوض أمري إلى الله وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. صدق الله مولانا العلي العظيم. قال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم ليس عدوك الذين قتلته كان لك نورا وإن قتلك دخلت الجنة ولكن أعداء عدو لك الذي خرج من صلبك ثم أعداء عدو لك مالك الذي ملكت يمينك. صدق النبي الكريم المصطفى الأمين. जिंदा है अगर जिंदा दुनिया वे हला देंगे. जिंदा है अगर जिंदा
दुनिया हला देंगे मशरिक़ों से सरा उठकर मग़रिब को मिला देंगे जिंदा है अगर जिंदा दुनिया वे हला देंगे मशरिक़ों से सरा उठकर मग़रिब को मिला देंगे कुरान तेरा ईमान कुरान तेरा तस्दीक कुरान तेरा ईमान कुरान तेरा तस्दीक तो सर्द नहीं कहता इल्हाम सुनाता है ज्योतियों का चमकीदी इरमोखी की मैरा में ज्योतियों का चमकीदी इरमोखी की मैदान में इक़बाल इमारत का बुनियाद हलाता है जिंदा है अगर जिंदा दुनिया वे हला देंगे मशरिक़ों से सरा उठकर मग़रिब को मिला देंगे या रब्बी हय्य लना मिन अम्रिना रसदा वजअल मऊनतक हुस्ना लना मददा या रब्बी अअति लना इल्मन व फहमन कमा अअतैत या रब्बना लिशैख़ गज़ाली नव्विर इलाह समा क़ल्बल गरीबि कमा नव्वरत क़ल्ब इमाम मिन नासि गज़ाली അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ അല്ലാഹു വിളിക്കുന്നു എന്ന വിഷയം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അല്ലാഹു എനിക്ക് പറയാനും നിങ്ങൾക്ക് ശ്രദ്ധയോടെ ശ്രവിക്കാനും ഇരുകൂട്ടർക്കും പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്ന് സായുജ്യരാകാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു വിളിക്കുന്നു എന്ന വിഷയം എന്റെ മൂന്നാമത്തെ സദസ്സാണ് ഈ അംബാല ഉറൂസ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു വിളിക്കുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് പല പള്ളികളിൽ നിന്ന് മുഅദ്ദിന്റെ നാവിലൂടെ പടച്ചതമ്പുരാൻ 5 നേരം പള്ളിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാറുണ്ട്. ആ ക്ഷണമാണോ അതല്ലെങ്കിൽ ആ വിളിയാണോ എന്ന് ചിലര് അനുമാനിച്ചേക്കും. അവര് ചിന്തിക്കും, കൊള്ളാം, അങ്ങനെയാണെങ്കിൽ ഇത് എത്ര നാള് ഞങ്ങൾ കേട്ടതാ, ഇനി എത്ര പറഞ്ഞാലും ഞങ്ങൾ ആ വിളിക്ക് ഉത്തരം കൊടുക്കൂല എന്ന് ചിലര് പറഞ്ഞു. മറ്റു ചിലര് ചിന്തിക്കും, ഇത് അല്ലാഹുവിന്റെ വിളി എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും വിളി പോലെയല്ല, അത് ഒടുക്കത്തെ വിളിയായിരിക്കും, അത് മരണമായിരിക്കും, അതോടുകൂടി പിന്നെ ഞങ്ങൾ തിരിച്ചു വരൂല എന്ന് അനുമാനിക്കുന്നവരും എന്റെ മുന്നിൽ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 വിളിയെ സംബന്ധിച്ചുമല്ല അല്ലാഹു വിളിക്കുന്നു എന്ന വിഷയം ഞാൻ പറയാൻ പോകുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗം. ആ സുഖലോലുപ സ്വർഗത്തിൽ ആദ്യമായിട്ട് അല്ലാഹു തആല സൃഷ്ടിച്ചത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആദം നബിക്ക് എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു ചെയ്തു കൊടുത്തു. ഭക്ഷണം, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം അല്ലാഹു ചെയ്തു കൊടുത്തു. പക്ഷെ ഒന്നിന്റെ കുറവുണ്ടായിരുന്നു. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ? ഒരു സ്ത്രീയുടെ കുറവ്, ഒരു ഇണയുടെ കുറവുണ്ടായിരുന്നു. അല്ലാഹു അതും അങ്ങ് പരിഹരിച്ചു.
അള്ളാഹു ഫുഡ് കൊടുത്തു, അക്കോമഡേഷൻ കൊടുത്തു. അതുപോലെ തന്നെ തന്റെ സന്തോഷവും സന്താപവും പങ്കുവെക്കാനുള്ള ഒരു ഇണയെയും അള്ളാഹു തആല കൊടുത്തു. ഇവർ രണ്ടുപേരെയും സ്വർഗത്തിൽ ധാരാളം കഴിച്ച് ഭോജിച്ച് സുന്ദരമായി സ്വർഗത്തിൽ കഴിയാൻ അള്ളാഹു തആല അനുവാദവും കൊടുത്തു. എന്നിട്ട് അള്ളാഹു വെച്ച ഒറ്റ ഡിമാൻഡാണ്, ധാരാളം നിങ്ങൾ കഴിക്കണം, ഇഷ്ടം പോലെ കഴിക്കാം, പക്ഷേ നിങ്ങൾ ആ കാണുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നിങ്ങൾ എത്താൻ പാടില്ല. അത് പറിച്ച് കഴിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ആ വൃക്ഷത്തോട് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഗൗരവത്തോടെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പടച്ചതമ്പുരാൻ ആദം നബിയോടും ഹവ്വാ ബീവിയോടും അള്ളാഹു തആല കൽപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആദം നബിയിൽ നിന്നൊരു ചെറിയ തെറ്റ് സംഭവിച്ചു. ഉലമാക്കൾ ഇരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ചെറിയ ബുദ്ധിയിൽ സംശയം ഉണ്ടായേക്കാം, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് തെറ്റ് ചെയ്യുമോ എന്ന്. പക്ഷേ ഹസനാത്തുൽ അബ്റാരി സയ്യിആത്തുൽ മുഖറബീൻ, ചില അടുപ്പമുള്ളവരിൽ നിന്ന് ചില കാര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല. അയൽവാസിയായ സുഹൃത്തിന്റെ ഭാര്യ ഒളിച്ചോടിയാൽ നമുക്ക് വിഷമമുണ്ടാവൂല. പക്ഷേ നമ്മുടെ കൂടെ കിടന്നുറങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ ആർക്കെങ്കിലും ഒരു ചെറിയ മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കൂല. എന്തുകൊണ്ടാണ് ചെറിയ നമ്മളുമായി ഏറ്റവും അടുപ്പമുള്ള ഒരാളിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കൂല. അതുപോലെയാണ് അള്ളാഹുവിന്റെ മുന്നിൽ മഹാനായ ആദം നബിക്ക് പറ്റിയത് എന്ന് ഉലമാക്കൾ അഖീദയുടെ അതല്ലെങ്കിൽ മറ്റു പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല രണ്ടുപേരെയും പുറത്താക്കി. ആ പുറത്താക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗം കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണക്കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ ആ സുഖലോലുപ സ്വർഗ്ഗത്തിൽ രണ്ട് വ്യക്തികളും മാത്രമാണെന്നുള്ളത്. ഒന്ന് ആദം, രണ്ടാമത്തത് ഹവ്വ. ആ രണ്ടുപേരെയും അല്ലാഹു പുറത്താക്കിക്കൊണ്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം എന്തായിരുന്നു? നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം എന്നാണ്. എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാണ്. എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുൽനഹ്ബിതു മിൻഹാ ജമീആ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയോടും പടച്ചതമ്പുരാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞ വാക്കേതാണ്. എന്ന് പറഞ്ഞില്ല. രണ്ടുപേരും പുറത്തു പോകാൻ അള്ളാന്റെ ഖുർആൻ പറഞ്ഞില്ല, പടച്ചതമ്പുരാൻ പറഞ്ഞില്ല. എന്റെ സഹോദരങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹുവിന്റെ റസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത പുരാതന കാലത്തെ പ്രാകൃതന്റെയും പുരോഗമന കാലത്തെ പരിഷ്കൃതന്റെയും മനോമുഖരത്തില് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഹിറാഗോപുരത്തിന്റെ അന്തരീക്ഷത്തെ കീറിമുറിച്ചുകൊണ്ട് മഹാനായ മുഖറബുൽ അംലാഖ് മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കേൽപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശങ്ങളോ, ആ ഖുർആനിലൂടെ പടച്ചതമ്പുരാൻ മാനവലോകത്തോട് പറയുന്നത്, അല്ലാഹു തആല ആദം നബിയോടും ഹവ്വാ ബീവിയോട് രണ്ടുപേരും പുറത്തു പോകാൻ അല്ലാഹു പറഞ്ഞില്ല. പിന്നെ പറഞ്ഞതോ, ഖുൽനഹ്ബിതു മിൻഹാ ജമീആ. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ എല്ലാവരും പുറത്തു പോകണമെന്നാണ്. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പൊക്കോളണം. അള്ളാന്റെ പ്രഖ്യാപനം. അവിടെ എല്ലാവരും ആലോചിക്കുന്നു, രണ്ടുപേരേ ഉള്ളൂ. അറബി ഗ്രാമർ അറിയുന്നവർക്കറിയാം, കുൽ നഹ്ബിത എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയി എന്നാണ്. കുൽ നഹ്ബിതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും പുറത്തു പോയി എന്നാണ്. ഗ്രാമർ പഠിപ്പിക്കുകയൊന്നുമല്ല, അറബി എല്ലാവർക്കും അറിയാം. ഇപ്പൊ എല്ലാവർക്കും അറബിയൊക്കെ അറിയാം. അതുകൊണ്ടല്ലേ ഒരാൾ പറയാ അറബി കൂടിപ്പോയതിന്റെ കുഴപ്പമാണ്. ഒരാൾ പറയാ ഉസ്താദ് വന്നത് ഞാൻ കണ്ടു, ഇവിടെ അല്ല വേറെ സ്ഥലത്ത്. ഞാൻ ഹൈലിൽ നിന്ന് ഒതുവെടുത്തോണ്ടിരിക്കുമ്പോൾ ഉസ്താദ് വരുന്ന കണ്ടു എന്നാ. പാവപ്പെട്ടവര് ഹൗലെന്ന് പറയാൻ പോലും അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കാനുള്ള മനസ്സ് നമുക്കില്ല. പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ ആരും കാണിക്കാറില്ല. നമ്മൾ ഇങ്ങനെ നടക്കുക മുസ്ലിമാണെന്ന് പറഞ്ഞിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാൽ ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് പ്രഭാഷണങ്ങളിൽ നമ്മളെ പോലെ ഒന്നുമല്ല, നമ്മൾ ഇന്നലത്തെ പിള്ളേരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഉലമാക്കൾ ഈ സദസ്സ് കൈകാര്യം ചെയ്യുമ്പോൾ അത് വന്ന് കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറഞ്ഞു. അവിടെ എല്ലാവരും ആരാ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുന്ന മനുഷ്യരാശി മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ള പ്രഖ്യാപനം അല്ലാഹു നടത്തുകയാണ്. എല്ലാവരും സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്തു പോകണം. എല്ലാവരും തറവാട്ടി നാട്ടി പുറത്താക്കി.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ വീട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ മക്കളെ പുറത്താക്കിയെങ്കിൽ ആ മക്കളെ പുറത്താക്കുമ്പോൾ സ്നേഹമുള്ള വാപ്പ പിന്നീട് ഒരു അവസരത്തില് ആ വാപ്പ പറയുന്ന പൊന്നുമോനെ, നല്ലതുപോലെ ജീവിക്കാൻ നിനക്ക് തയ്യാറാണോ? മദ്യപിക്കുന്ന മകനെ പുറത്താക്കിക്കൊണ്ട് ദീനുള്ള പിതാവ് പറയുന്നു, എന്റെ പൊന്നുമോനെ, ജീവിതത്തിൽ ഞാൻ ഒരു തുള്ളി മദ്യം പോലും എന്റെ ആമാശയത്തിലേക്ക് വിട്ടിട്ടില്ല, ഒരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ലടാ. അതുകൊണ്ട് നീ തെറ്റ് ചെയ്തെങ്കിലോ നീ നിർത്തിയെന്ന് ഞാൻ ബോധ്യമാകുന്നത് വരെ നിന്നെ എന്റെ വീട്ടിൽ ഞാൻ കൂട്ടില്ല. നീ പരിപാടിയിൽ നിന്ന് പിന്മാറിയ നിന്നെ ഞാൻ സ്വീകരിക്കാമെന്ന് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞാൽ ആ മകനത് നിർത്തില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മക്കളുടെ കാര്യമല്ല, പുരോഗമന കാലത്തെ മക്കളുടെ പലതിരിഞ്ഞ മക്കളുടെ കാര്യമല്ല. പിതാവിനെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ആ മക്കളുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അല്ലാഹു ആദം നബി ഹവ്വാ ബീവിയെയും മനുഷ്യരാശിയെ മുഴുവനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ട് അല്ലാഹു ഒരു പ്രഖ്യാപനം നടത്തി. എന്തെന്നറിയോ? എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദയത്തുന്നു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് ഹുദയത്തും സന്മാർഗമെത്തും. ആരാ സന്മാർഗത്തെ പിൻപറ്റുന്നതോ അവരെ ഞാൻ തറവാടിലേക്ക് മടക്കിക്കൊള്ളാം, അവരെ ഞാൻ തറവാടിലേക്ക് മടക്കി വിളിച്ചുകൊള്ളാം. അല്ലാഹു തആല പറയുന്നു, എന്നിൽ നിന്ന് ഹുദ വരുന്നു. ആ ഹുദയതാ കടയിൽ കിട്ടില്ല, ആ ഹുദ ബേക്കറിയിൽ കിട്ടില്ല, ഓ ഹുദ സൂപ്പർ മാർക്കറ്റിൽ കിട്ടില്ല. ആ ഹുദ ഏതെന്നറിയോ പെങ്ങളെ? നിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം വിളിക്കുന്ന ബാങ്കിന്റെ നാദമുണ്ടല്ലോ, ഓ നാദം കേൾക്കുമ്പോ ഒന്നുകൊടുത്ത് നമസ്കരിക്കാൻ നിനക്ക് മനസ്സുണ്ടേ പെങ്ങളെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, എന്നിൽ നിന്ന് ഹുദ വന്നാ ഹുദയാരെ സ്വീകരിക്കുന്നു അവരെ ഞാൻ തറവാടിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ്. അള്ളാന്റെ തറവാടിലേക്ക്, നമ്മുടെ തറവാടിലേക്ക് സ്വർഗമാണ്, അവിടേക്ക് മടങ്ങിപ്പോകാൻ ഹുദയെ പിൻപറ്റുക, ഹുദയെ പിൻപറ്റുക. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിളിക്കുന്നു. എവിടേക്കാണ്? എവിടേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്? എവിടേക്കാണ് അള്ളാഹ് വിളിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ആ പടച്ചതമ്പുരാനെ വിളിക്കുന്നത് എവിടേക്കാണ്? എവിടേക്കാണ് വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വർഗ്ഗത്തിന് 8 കവാടങ്ങളാണ്, 8 വാതിലുകളാണ്. മണത്തലകിൽ ഞാൻ പറഞ്ഞു എന്റെ സഹോദരിമാരോട്, എന്റെ പ്രിയമുള്ളവരെ, അന്ന് ഞാൻ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, 8 വാതിലൂടെയും നിന്നെ ഞാൻ മാടി വിളിക്കാൻ കൊതിക്കുന്നു അബൂബക്കറേ എന്നാ സഹോദരിമാരെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങൾ നിങ്ങൾക്ക് മലർക്ക് തുറന്നു തരുന്നു, ഇഷ്ടപ്പെട്ട വാതിലൂടെ നിങ്ങൾക്ക് അതിനകത്തേക്ക് കയറി പോകാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ ആ നൂറുകണക്കിന് സഹോദരിമാരെ പാരാവാരം പോലെയുള്ള സാഗരം പോലെ അലറി വിളിക്കുന്ന തിരമാലകളെ പോലെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ്. സമാനിയത്തു അബ്വാബ്, സ്വർഗ്ഗത്തിന് 8 വാതിലുകളാണ്. ആ 8 വാതിലുകൾ 8 പേരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പടച്ചതമ്പുരാൻ നിങ്ങളെ ക്ഷണിക്കുന്നു, നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ വാതിലേതാ? അല്ലാഹു വിളിക്കുന്നുവെന്ന് പറഞ്ഞ സ്വർഗ്ഗമേതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനും എടുത്ത് പരിശോധിച്ചു നോക്ക്. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നു, നിങ്ങളെ വിളിക്കുന്നത് എവിടേക്കാണ്? ജന്നാത്തുൻ നഈമിൽ വിളിക്കുന്നെന്ന് പറഞ്ഞില്ല, ജന്നാത്തുൽ ഫിർദൗസിൽ വിളിക്കുന്നെന്ന് പറഞ്ഞില്ല, ജന്നാത്തുൽ ഖുൽദിൽ വിളിക്കുന്നെന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എവിടേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്? വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു നിങ്ങളെ ദാറുസ്സലാമിലേക്ക് വിളിക്കുകയാണ്. ദാറുസ്സലാം എന്ന സ്വർഗ്ഗത്തിലേക്ക് പടച്ചതമ്പുരാൻ നിങ്ങളെ വിളിക്കുകയാണ്. വയഹ്ദീ ആ ദാറുസ്സലാമിലേക്കുള്ള വഴികള് അത് കല്ലും മുള്ളും നിറഞ്ഞ വഴിയല്ല. എന്റെ പ്രിയമുള്ളവരെ, രാജകീയ പാതയാണ്, രാജകീയ പാതയാണ്. പച്ച പട്ട് വിരിച്ച പരവതാനി വിരിച്ച സ്വർഗ്ഗത്തിലേക്കുള്ള രാജപാതയിലേക്ക് അല്ലാഹു നിങ്ങളെ ക്ഷണിച്ചിട്ട് ആ വഴി നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്. വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം, അല്ലാഹു ദാറുസ്സലാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പടച്ചതമ്പുരാൻ അങ്ങനെ ഒരു പേര് പറഞ്ഞത്? ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ എന്താ? സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞില്ല, ജന്നാത്തുൻ നഈമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞില്ല, ജന്നാത്തുൽ ഖുൽദിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞില്ല. അല്ലാഹു പറഞ്ഞ വാക്ക് ദാറുസ്സലാമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്നാണ്.
ദാറുസ്സലാമിലേക്ക് ക്ഷണിക്കുന്നു. എന്താ? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ 5 കാരണം മാത്രം ഞാൻ പറയും. ഒന്നാമത്തെ കാരണം അള്ളാഹുവിന്റെ പേര് സലാം എന്നാണ്. ഇന്ന് സലാമും ബഷീർ, റഷീദ്, ഹക്കീം ഇങ്ങനെയൊന്നും പേരിടാൻ പാടില്ല. അബ്ദ് ചേർത്തേ പേരിടാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകളിൽപ്പെട്ട പേരിനോടൊപ്പം അബ്ദ് ചേർക്കാതെ ഇടാൻ പാടില്ലെന്ന പണ്ഡിത മതം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇടാൻ പാടില്ല. എന്റെ സഹോദരങ്ങളെ, സലാം എന്ന് പറയുന്നത് അള്ളാന്റെ പേരാണ്. അള്ളാഹു അത്രത്തോളം മഹത്വവൽക്കരിച്ച് അള്ളാഹു തആല ഇട്ട പേരാണ് ദാറുസ്സലാം. ഇന്ന് പേരിട് നമ്മൾ ദാറുസ്സലാം എന്ന്. എപ്പോഴാ? മുസ്ലിങ്ങൾ മാത്രമുള്ള ഏരിയ ആണെങ്കിൽ അവിടെ ഓട്ടോക്ക് പേരിടും ദാറുസ്സലാം. കാരണം എല്ലാ കാക്കന്മാരും ഓട്ടോ വിളിക്കട്ടെ. ഹിന്ദുക്കളും മാത്രമുള്ള സ്ഥലമാണെങ്കിൽ നിസ്കാരമുള്ള കാക്ക പോലും ഈ ഓട്ടോക്ക് പേരിടുന്നത് ദുര്യോധനൻ. കാരണം എല്ലാവരും ഓട്ടം വിളിക്കട്ടെ. ക്രിസ്ത്യാനികൾ മാത്രമുള്ള സ്ഥലമാണെങ്കിൽ അവർ ഓട്ടോക്ക് പേരിടും മിശിഹ, എല്ലാവരും വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ നമ്മൾ എന്തിനാ? വീട്ടിന് മാത്രം പേരിടാനല്ല ദാറുസ്സലാം. പിന്നെയോ അല്ലാഹുവിന്റെ ഖുർആനിൽ ദാറുസ്സലാം എന്ന് പറഞ്ഞത് അത് പേരിടാൻ മാത്രമത്തെ കാരണം അള്ളാഹുവിന്റെ പേരാണ് സലാം എന്നുള്ളത്. ആ പേര് കൊടുത്തുകൊണ്ട് സ്വർഗത്തിനൊരു പേരിട്ടെങ്കിൽ അതിനെന്തോ ഒരു മഹത്വമില്ലേ? രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആന് പറയുന്നു, ആ സ്വർഗത്തിൽ മുഴുവനും മക്രൂഹുകളും വെറുക്കപ്പെട്ട വൃത്തികെട്ട നീചമായ മ്ലേച്ഛമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തമാണ്, എല്ലാ വസ്തുക്കളിൽ നിന്ന് മുക്തമാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. നബിതങ്ങൾ പറയുന്നു, സ്വഹാബത്തെ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, സഹാബത്തെ, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന വയസ്റബൂ വലാ യബൂലൂന വലാ യതഗവ്വതൂന വലാ യംതഖിതൂന വലാ യത്ഫുലൂൻ. സഹാബത്തെ, സ്വർഗത്തിൽ എല്ലാവരും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കും, സുഭിക്ഷമായി വെള്ളം കുടിക്കും, സന്തോഷത്തോടെ ജീവിക്കും. പക്ഷേ വലാ യബൂലൂന, അവര് മലമൂത്ര വിസർജനം ചെയ്യില്ല. വലാ യത്ഫുലൂന, അവര് കാർക്കിച്ച് തുപ്പില്ല. സഹാബത്തെ, വലാ യംതഖിതൂന, മൂക്ക് ചീറ്റുന്നതും അവിടെയില്ല. ഭക്ഷണം കഴിക്കും ഇഷ്ടം പോലെ, പക്ഷെ മൂക്ക് ചീറ്റാൽ സ്വർഗത്തിലില്ല. മൂക്ക് ചീറ്റൽ സ്വർഗത്തിലില്ല, തുപ്പൽ സ്വർഗത്തിലില്ല, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നിങ്ങൾക്ക് തോന്നും, എന്താ പിന്നെ ഉസ്താദ് ഈ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്താ ചെയ്യുക? അങ്ങനെ തോന്നി സഹാബത്തിനും സഹാബാക്കൾക്കും ചോദിച്ചു. നമുക്ക് സംശയം ഉണ്ടാകും, അവര് കഴിക്കുന്നു, കുടിക്കുന്നു, പിന്നെ എങ്ങനാ സ്വർഗത്തില് മലമൂത്ര വിസർജനവും ഇല്ല, തുപ്പലും ഇല്ല, പിന്നെ മൂക്ക് ചീറ്റലും ഒന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഇത് പുറത്തേക്ക് പോവുക? സഹാബാക്കള് ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ സന്തോഷത്തോടെ സഹാബാക്കൾ ഇരിക്കുമ്പോ നബിതങ്ങൾ സ്വർഗത്തിനെ പറ്റി വിശദീകരിക്കുമ്പോ സഹാബാക്കള് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഫമാ ബാലു തുആം യാ റസൂലല്ലാഹ്, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗതി എന്താ നബിയേ? കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പരിണിത ഫലം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? റവാഹു മുസ്ലിം, സദഖൻ നബിയുൽ കരീം. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലയോ സഹാബത്തെ, എന്താണെന്നറിയോ അവരുടെ ഭക്ഷണത്തിന്റെ ഗതി? എന്താണെന്നറിയോ? നല്ല നല്ല ഏമ്പക്കമാണ്. ഏമ്പക്കത്തിലൂടെ കഴിച്ച ഭക്ഷണമെല്ലാം പുറത്തേക്ക് അതിന്റെ വിസർജനങ്ങൾ പോവുകയാണ്. മാത്രമല്ല റസുഹും നല്ല വിയർപ്പാണ്. ഏതുപോലെ ഇന്നത്തെ പോലെ വിയർപ്പല്ല. കസ്തൂരിയുടെ വാസനയുള്ള വിയർപ്പിന്റെ കണങ്ങളാകി ഏമ്പക്കമായി പുറത്തു പോകുന്ന സ്വഹാബത്തെ. സ്വർഗത്തില് മലമൂത്ര വിസർജനവും ഇല്ല, മൂക്ക് ചീറ്റലും അതുപോലെ തന്നെ കാറ് തുപ്പലും ഒന്നുമില്ല. പിന്നെ ഉള്ളതോ ഏമ്പക്കം. ഏമ്പക്കം, എന്റെ പ്രിയപ്പെട്ടവരെ, ഏമ്പക്കവും അതുപോലെ തന്നെ നല്ല കസ്തൂരിയുടെ വാസനയുള്ള വിയർപ്പമാണെന്ന് സ്വദഖൻ നബിയുൽ കരീം. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്കൂ. സഹാബാക്കളുടെ സംശയം മാറി. അവിടെ ഒരു വൃത്തികേടുകളും ഇല്ല, അവിടെ ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതായിരുന്നാലും ആ സുഖലോലഭ സ്വർഗത്തിൽ നമ്മുടെ ഭാര്യമാരുണ്ട്. പക്ഷേ ഇന്നത്തെ പോലെ എന്റെ പ്രിയപ്പെട്ടവരെ മാസത്തിൽ ഒരാഴ്ച അവർക്ക് നിസ്കാരമില്ലാതെ അതുപോലെ തന്നെ മറ്റു വൃത്തികേടുകൾ അങ്ങനെ ഒന്നുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അവിടുത്തെ ഭാര്യമാര് പരിശുദ്ധവതികളാണ്. അവരുടെ ഭാര്യമാർക്ക് അവിടെ പ്രസവ രക്തമില്ല, ഹൈദ് രക്തമില്ല, ആർത്തവ രക്തമില്ല. അവിടെ എല്ലാവരും പരിശുദ്ധവതികളാണ്, യാതൊരു വൃത്തികേടുകളുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ.
അള്ളാന്റെ ഖുർആൻ പറയുന്നു ദാറുസ്സലാമിന് രണ്ടാമത്തെ പ്രത്യേകത, ഒന്ന് അള്ളാന്റെ പേരിട്ട് കൊടുത്തതിന് പ്രാമുഖ്യം കൊടുത്തതാണെങ്കിൽ മറക്കല്ലേ എന്റെ കൂട്ടരെ. രണ്ടാമത്തെ കാരണം എന്താണ്? ദാറുസ്സലാമിലേക്ക് അള്ളാഹ് വിളിക്കാനുള്ളത്. രണ്ടാമത്തത് അവിടെ സകല വൃത്തികേടുകളിൽ നിന്ന് മുക്തമാണ്. അള്ളാന്റെ ഖുർആൻ പറയുന്നു ഇന്നത്തെ പോലെ വഴക്കില്ല, സംവാദമില്ല, വക്കാണമില്ല, പ്രശ്നമില്ല, കലുഷിതമില്ല, യാതൊരു പ്രശ്നങ്ങളുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു അവിടെ ഭീഷണിയില്ല, ഏഷണിയില്ല, ഒന്നും തന്നെ അവിടെ ഇല്ല. ലാ യസ്മഊന ഫിഹാ ലഹ്വൻ വലാ തൗസീമാ. അവിടെ യാതൊരുവിധ പ്രശ്നങ്ങളില്ല, ഒറ്റപ്പെടുത്തലുകളില്ല, കുറ്റപ്പെടുത്തലുകളില്ല, അസഭ്യമില്ല, അനാശാസ്യമില്ല, ഒന്നും തന്നെ ഇല്ല. അവിടെ ഉള്ള ഒരേ ഒരു കാര്യമേതാ? ഇല്ലാ ഖീലന സലാമൻ സലാമാ. അവിടെ ഉള്ളത് സമാധാനത്തിന്റെ വാക്കുകളാണ്, സമാധാനത്തിന്റെ, ആശ്വാസത്തിന്റെ, സാന്ത്വനത്തിന്റെ തെന്നലുകളാണ്, കുളിർക്കാറ്റുകളാ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ വാഖിഅ അള്ളാന്റെ ഖുർആൻ പറയുക അവിടെ ആരും പ്രശ്നം ഉണ്ടാക്കൂല, വഴക്കില്ല, വക്കാണില്ല, കത്തിക്കുത്തില്ല, പ്രശ്നങ്ങളില്ല, പിടിച്ചുകളൊക്കെ ഇല്ല, കമ്മിറ്റി ഓഫീസില്ല, അതുപോലെ തന്നെ എഴുന്നേക്കുമ്പോൾ ഇരിയടാന്ന് പറയുന്ന സ്വഭാവമില്ല. ഇത് പണക്കാർ കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ പാവം ഇത് കമ്മിറ്റി ഓഫീസാണ്, അല്ലാതെ ഇത് പിന്നെ കിടക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചവിടെ ഇരുത്തുക. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ യാതൊരു വൃത്തികേടുകളുമില്ല. ഇതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എന്റെ സഹോദരങ്ങളെ, ഇവിടെ പല അനൈക്യത്തിന്റെ പേരിലും നമ്മൾ മാറി നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു നാളെ സ്വർഗത്തിൽ കടന്നു വരുമ്പോൾ മൂന്നാമത്തെ പ്രത്യേകത പറയുകയാണ്. എന്റെ സഹോദരങ്ങളെ, ദാറുസ്സലാമിന്റെ മൂന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു നാളെ സ്വർഗത്തിലോട്ട് കടന്നു വരുമ്പോൾ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം തഹിയ്യതുഹും ഫീഹാ സലാം തഹിയ്യതുഹും ഫീഹാ സലാം. ഞാൻ നാളെ സ്വർഗത്തിൽ നിങ്ങളെ കാണുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികള്, മരണപ്പെട്ടു പോയ പിതാക്കന്മാര്, മാതാക്കള് ഇന്ന് പ്രസംഗത്തിന് കയറുന്നത് വരെയും എന്റെ സഹോദരങ്ങളെ, ഞാൻ പ്രഭാഷണം നടത്തുന്ന വേദികളില് ഏറ്റവും കൂടുതൽ ദുആ വസിയത്തുണ്ടായ ഒരു സ്ഥലമാണ് ഇത്. എന്റെ സഹോദരങ്ങളെ, വരുന്നതിന് മുമ്പ് 2-3 വീട്ടിൽ ഞാൻ കയറിയിട്ടാണ് വരുന്നത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും പറയുന്ന ദുആരക്കണമെന്നാണ്. മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആരക്കാനാണ് പറഞ്ഞത്. ഈ മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാക്കള്, പിതാക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര്, സഹോദരങ്ങൾ നാളെ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോ ആദ്യമായവരെ നമ്മൾ കാണുമ്പോൾ എന്താണ് അവർ പറയുന്നതെന്നറിയോ? അള്ളാന്റെ ഖുർആൻ നോക്കിക്കോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. സൂറത്ത് യൂനുസിലൂടെ പടച്ചതമ്പുരാനെ പറയുന്നു തഹിയ്യതുഹും ഫീഹാ സലാം തഹിയ്യതുഹും ഫീഹാ സലാം. അവിടെ ആദ്യം കാണുമ്പോൾ അസ്സലാമു അലൈക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ദാറുസ്സലാമിന്റെ മൂന്നാമത്തെ പ്രത്യേകത, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും വന്ന് അസ്സലാമു അലൈക്കും, എന്നെ അറിയോ എല്ലാവരും ചോദിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ ഇഖ്വാനാ അലാ സുറൂരിൻ മുതഖാബിലീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു പരസ്പരമുള്ള വെറുപ്പ്, വിദ്വേഷമില്ല. അല്ലാഹു തആല മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ഊരിയിട്ട് നിന്നെ സ്വർഗ്ഗത്തിൽ അല്ലാഹു കയറ്റുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയ തഹിയ്യതുഹും ഫീഹാ സലാം സലാം സലാം. പരസ്പരം കാണുമ്പോൾ സലാം പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് മൂന്നാമത്തെ പ്രത്യേകത. ഇനി നാലാമത്തെ പ്രത്യേകത. ഇനി ആരെയാണ് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടില്ല, ഇതിന്റെ പ്രത്യേകത മാത്രം പറയാം. നാലാമതോ എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മക്ബറകളിൽ ആദരണീയരായ അബ്ദുൽ ഖാദിർ മസ്താൻ, ബഹുമാനരായ അബ്ദുൽ ഖാദിർ മസ്താനിൽ കൂനമ്മൂച്ചി മഹാനവറുകൾ, അതുപോലെ തന്നെ വലിയുള്ളാഹി മുഹമ്മദ് മസ്താൻ ഖദ്ദസല്ലാഹു സിർറ, മഹാനുഭാവന്മാരെ അടക്കമുള്ള, അതുപോലെ ലോകത്തിന്റെ ഏതെല്ലാം കോണിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആദരണീയരായ ശംസുലുലമ പോലെ, റഈസുലുലമ പോലെ, കാളമ്പാടി ഉസ്താദ് പോലെ, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ എത്രയോ ഉസ്താദുമാരാണ് നമ്മിൽ നിന്ന്
നിന്ന് മരണപ്പെട്ടു പോയത് ഓ മഹാനുഭാവന്മാരുടെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അല്ലാഹു മർത്തബകൾ വലുതാക്കി കൊടുക്കട്ടെ. ദുനിയാവിൽ അവർ അനുഭവിച്ചതായ വേദനകൾ, പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ അല്ലാഹു എല്ലാം മാറ്റി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ആദരണീയരായ പണ്ഡിതന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ടോ, അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാര് ഏത് വിഭാഗത്തിൽ നിന്നാകട്ടെ, ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, പുറത്തു കൊടുക്കട്ടെ. അവരെല്ലാം നാളെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടന്നു വരുമ്പോ ഞാനും നിങ്ങളും എന്റെ പ്രിയമുള്ളവരെ ഈ അമ്പാല പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന്, മണത്തല പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന്, അതുപോലെ പന്നിത്തടം മുസ്ലിം ജമാഅത്തിന്റെ മഹല്ലിന്റെ ഖബർസ്ഥാനിൽ നിന്ന്, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, ഇവിടെ ആരെല്ലാം കടന്നു വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം മക്ബറകളിൽ നിന്ന് ഒരു വേള അല്ലാഹുവിന്റെ തീരുമാനമനുസരിച്ച് ഇസ്രാഫീൽ എന്ന മാലാഖ സൂറന്ന കാഹളത്തിൽ രണ്ടാമത് നൂടുമ്പോ എല്ലാവരും എഴുന്നേറ്റ് പടച്ച തമ്പുരാന്റെ കോടതിയിലേക്ക് വരികയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു ചാൻമുകളിൽ കത്തിജ്വലിച്ച് നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോ ആ മഹ്ശറവനസഭയിൽ അല്ലാഹു തആല രണ്ട് വിഭാഗമായി തിരിക്കുകയാണ്. ഒന്നാമത്തെ ഫരീഖും ഫിൽ ജന്ന, മറ്റേതോ ഫരീഖും ഫിസ്സഈർ. രണ്ട് കൂട്ടരെ നമ്മുടെ ഇടയിലുള്ളൂ എന്റെ പ്രിയമുള്ളവരെ. മൂന്നാമതൊരു കൂട്ടരെ നമുക്കില്ല. ഒന്ന് ഉലൈക ഹിസ്ബുല്ലാഹ്, അവർ ഫരീഖും ഫിൽ ജന്നയിലാണ്. രണ്ടാമത്തെ ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവർ ഫരീഖും ഫിസ്സഈറിലാണ്. മൂന്നാമതൊരു ഗ്രൂപ്പില്ല കൂട്ടരെ, ഗ്രൂപ്പില്ല, ഗ്രൂപ്പില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിലേക്ക് ഫരീഖും ഫിൽ ജന്ന എന്ന വിഭാഗത്തിൽപ്പെട്ടവരെ കടന്നു പോകുമ്പോ അല്ലാഹു തആല മഹാന്മാരുടെ പാതയിൽ പിൻപറ്റിക്കൊണ്ട് അവിടെ നിഴലുപോലെ സ്വർഗ്ഗത്തിൽ അവിടെ കൈപിടിച്ചു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സ്വർഗ്ഗത്തിലോട്ട് കടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ പാരാവാരം പോലെയുള്ള മാലാഖമാര് അതാ അകമ്പടി സേവിച്ചുകൊണ്ട് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ മാലാഖമാരുടെ എണ്ണം എത്രയാ? ലോകത്തുള്ള ഒരു മാഷിന് കണക്ക് കൂട്ടാൻ കഴിയില്ല. ലോകത്തുള്ള ഒരു മാസ്റ്റർക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാം ആകാശത്തൊരു ഗേഹമുണ്ട്. അതിന്റെ പേര് ബൈത്തുൽ മഅ്മൂർ എന്ന. ആ ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടാൽ നേരെ വന്ന് വീഴുന്നത് കഅബാലയത്തിലാ. ഒന്നാം ആകാശത്ത് അല്ലാഹു മാലാഖമാർക്ക് ഇബാദത്തെടുക്കാൻ വേണ്ടിയിട്ട് പണിത പള്ളിയുടെ പേര് ബൈത്തുൽ മഅ്മൂർ എന്ന. ആ ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് ഒരു കല്ലെടുത്ത് താഴേക്കിട്ടാ ആ കല്ല് നേരെ വന്ന് വീഴുന്നത് എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ മധ്യഭാഗമായ ചരിത്രങ്ങൾ ഇറങ്ങിക്കിടക്കുന്ന ഒരുപാട് സഹാബാക്കള്, പ്രവാചകന്മാര്, അവരുടെ ചുടുനിലം കൊണ്ട് ചെഞ്ചായമണിഞ്ഞ മണൽ തരികള് അവർ ഓടിച്ചാടി കളിച്ച പരിശുദ്ധമായ കഅബയുണ്ടല്ലോ. എത്രയോ പേര് കഅബാലയത്തിൽ പോയി ഉംറ ചെയ്ത് ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്നു. എത്രയോ പേരെ പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇന്നൊരു കുടുംബം എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ അരക്കണം, ഞാനും എന്റെ ഭർത്താവും എന്റെ മകളും ഉംറയ്ക്ക് പോവുകയാണ്. അല്ലാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. പടച്ചതമ്പുരാ സാമ്പത്തികമായ ഞെരുക്കം മാറ്റിയിട്ട് അല്ലാഹു എത്രയും വേഗം കഅബാലയത്തിൽ എത്തിക്കട്ടെ. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുകളിലാണ് കല്ല് വന്ന് വീഴുന്നത്. അത്രത്തോളം കേന്ദ്രമായ, അത്രത്തോളം മധ്യത്തിൽ അല്ലാഹു പണി കഴിപ്പിച്ചിട്ടുള്ള ഗേഹമാണ് ബൈത്തുൽ മഅ്മൂർ. ആ ബൈത്തുൽ മഅ്മൂറിനകത്ത് ഒരു സമയം ഇബാദത്തെടുക്കുന്ന മലക്കുകളുടെ എണ്ണം 70,000-ആണ്. നമ്മുടെ അമ്പാല പള്ളിക്കകത്ത് എത്ര പേര് കയറും? എത്ര പേര് കയറും? എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായിരുന്നാലും ആ സ്വർഗത്തിൽ ആ ബൈത്തുൽ മഅ്മൂറില് ഒരു സമയം ഇബാദത്തെടുക്കുന്നവരുടെ എണ്ണം 70,000. ഒരിക്കൽ ഇബാദത്തെടുത്ത മലക്ക് പിന്നെ ഖിയാമത്ത് നാൾ വരെ അതിനകത്ത് കയറാൻ പറ്റില്ല. അതിനകത്ത് കയറാൻ സാധ്യതയില്ല, ചാൻസ് ഇല്ല. അവസരം നഷ്ടപ്പെട്ടു. ഒരൊറ്റ പ്രാവശ്യം ജീവിതത്തിൽ മലക്കുകളുടെ അല്ലാഹു തആല ലോകം എന്നാണ് സൃഷ്ടിച്ചത്, മലക്കുകളെ എന്നാണ് സൃഷ്ടിച്ചത്. ആ സമയം മുതൽ ഇന്ന് വരെയും ഈ പറയപ്പെടുന്ന നിമിഷം വരെയും ബൈത്തുൽ മഅ്മൂറിനകത്ത് മാലാഖമാർ ഇബാദത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സമയം 70,000 മാലാഖമാർ. പക്ഷേ ഒരിക്കൽ കയറിയ മലക്കിന് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കയറാൻ പറ്റൂല എന്ന് വെച്ച് ഖിയാമത്ത് നാൾ വരെയും ഇതിനകത്ത് ഇബാദത്ത് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര എണ്ണമാണ് മലക്കുകളുടേത്! ചിന്തിക്കേണ്ട സഹോദരങ്ങൾ, ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രത്തോളം മാലാഖമാര് അവരെല്ലാവരും കൂടിയിട്ട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, നാലാമത്തെ പ്രത്യേകത, ഈ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കടന്നു ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വസീഖല്ലദീന തഖൗ റബ്ബ
ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വസീഖ الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها. സ്വർഗ്ഗത്തിന്റെ മുന്നിൽ മുത്തഖീങ്ങളെ സൂക്ഷ്മതയുള്ളവർ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർ സ്വർഗ്ഗത്തിന്റെ മുന്നിലേക്ക് എത്തപ്പെടുമ്പോ വഖാല ലഹും ഖസനതുഹാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം കാക്കുന്ന റിദ്വാൻ എന്ന മാലാഖ അടക്കമുള്ള മാലാഖമാര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അവരെ കാണുമ്പോൾ അവരോട് പറയുന്നത് എന്തെന്നറിയോ? സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരാണ്, കയറിക്കോ പടച്ചോന്റെ സ്വർഗ്ഗത്തില്. അങ്ങോട്ട് ചെല്ലുമ്പോൾ മലക്കുകൾ വന്നിട്ട് പറയാൻ അസ്സലാമു അലൈക്കും. ഇതിൽ പവർ എൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് ആർക്കാ കൊടുത്തിട്ടുള്ളത്? ഇനി എന്തിനാ മൊബൈലിന്റെ പിറകെ പോകുന്നത്? ഇനി എന്തിനാ തൊലി വെളുത്ത പെണ്ണിന്റെ പിറകെ പോകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ ഒരു സമൂഹമാണ്. മലക്കുകളുടെ ദുആയൊന്നും കിട്ടൂല, അവിടെ സലാമും കിട്ടൂല. ഇന്ന് ഭാര്യ വിളിച്ചാൽ നമുക്ക് സമയമില്ല സംസാരിക്കാൻ, കാമുകി വിളിച്ചാൽ നമുക്ക് സംസാരിക്കാൻ സമയമുണ്ട്. ഭാര്യ വിളിച്ചാൽ പെട്ടെന്ന് പറ, എവിടെ നിൽക്കുക, ഞാൻ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങ് വെക്കും. കാമുകി വിളിച്ചാൽ പറയടാ കുട്ടാ നീ എവിടെ നിൽക്കടാ എന്നും പറഞ്ഞ് മണിക്കൂറോളം സംസാരിക്കും. ഇങ്ങനെ വിളിക്കുമ്പോൾ നമുക്കറിയാം ഭാര്യയാണോ കാമുകിയാണോ വിളിച്ചത്. മലക്കുകളുടെ മുന്നിൽ ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വാതിലുകൾ മലർക്ക് തുറക്കപ്പെടുകയാണ്. ആ വാതിലുകൾ തുറക്കപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു വഖാല ലഹും ഖസനതുഹാ, സ്വർഗ്ഗത്തിന്റെ പാറാവുകാരായ മാലാഖമാര് വന്നിട്ട് പറയുന്നു സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു സുമർ എഴുതി വെച്ചോ കൂട്ടരെ. അല്ലാഹു പറയുന്നു സലാമുൻ അലൈക്കും, അല്ലാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേലുണ്ടാകട്ടെ. മലക്കുകൾ സലാം പറയാ. അത് വേണമെങ്കിൽ ഇവിടെ നമ്മൾ സലാം പറയണം കാണുമ്പോൾ, ഇല്ലെങ്കിൽ നമുക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സലാം പറഞ്ഞാൽ കണ്ടിട്ട് സലാം പറയാത്തവന് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല, ഹറാമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കണ്ടാല് സലാം പറയാത്തവന് സ്വർഗ്ഗം കിട്ടൂല. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ സ്വർഗ്ഗത്തിൽ പോകില്ല. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങൾ വിശ്വാസികളാകില്ല. നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെടാൻ ഞാൻ ഒരു മരുന്ന് പറഞ്ഞു തരാം. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ സലാം പ്രചരിപ്പിച്ചു. സലാം പ്രചരിപ്പിച്ചില്ലെങ്കിൽ ഇഷ്ടം കൂടൂല, ഇഷ്ടം കൂടിയില്ലെങ്കിൽ മോമിനീങ്ങളാവൂല, മോമിനീങ്ങളായില്ലെങ്കിൽ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റൂല. ബാക്കി മനസ്സിലാക്കി പറയാം. എന്റെ സഹോദരങ്ങളെ, അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന സ്വർഗ്ഗത്തിന്റെ കവാടത്തിലെത്തുമ്പോൾ മാലാഖമാര് സലാം പറയുകയാണ്. ഇത് നാലാമത്തെ പ്രത്യേകത. അഞ്ചാമത്തെ പ്രത്യേകത അറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന സ്വർഗ്ഗത്തിൽ എല്ലാവരും കടന്നു വന്നു. അല്ലാഹു തആല സ്വർഗ്ഗമൊക്കെ അടച്ചിനി ആരുമില്ല. ശഫാഅത്ത് കൊണ്ട് റഹ്മത്ത് കൊണ്ട് എല്ലാവരെയും തകത്താക്കി. എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം കുടിക്കുന്നു. രണ്ട് ഭാര്യമാര്, അവിടെ പ്രശ്നം ഇവിടെ പ്രശ്നം, കള്ളാറ് തേനാറ് അതുപോലെ പാലാറ്, എല്ലാത്തിലും മുങ്ങി കുളിച്ച് എല്ലാവരും സന്തോഷമായിട്ട് കഴിയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പോയാൽ നമ്മൾ ഒരു കഷ്ടപ്പാടുമില്ല, എല്ലാ സന്തോഷമാണ്. കൊതിക്കുന്ന പഴ മടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടനെ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കുന്ന ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ നീ അറിയണ്ട. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ പഴോ അതിനോട്. അതിലേക്ക് നീ ഒരു പാസുതാമന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ.
എന്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരു ആപ്പിള കഴിക്കണമെന്ന് കരുതിയാ, ഒരു മുന്തിരി കടിക്കണമെന്ന് കരുതിയാ, എന്റെ പ്രിയമുള്ളവരെ, നീ കയറണ്ട, പോകണ്ട, വിഷമിക്കണ്ട. ആ ആപ്പിള് മരത്തിന്റെ ശിഖരം, റുമ്മാ പഴത്തിന്റെ ശിഖരം നിന്റെ നേരെ പാഞ്ഞു വരികയാണ്. അതിൽ നിന്ന് നീ ഒന്ന് പറിച്ചാ അവിടെ വീണ്ടും അതിന്റെ ഇരട്ടി അല്ലാഹു സൃഷ്ടിക്കുകയാണ്. അതിൽ നിന്ന് നീ ഒരു കടി കടിച്ചാ, ഒന്നാമത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത്, രണ്ടാമത്തെ കടിയുടെ രുചിയല്ല മൂന്നാമത്തെ കടിക്കുള്ളത്, ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിനുള്ളത്, ഒരു കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പഴത്തിനുള്ളത്, ഒരു വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിനുള്ളത്. കാണുമ്പോൾ ഉമ്മ പോലെ ഇരിക്കും. പരസ്പര സാദൃശ്യമുള്ള പഴമാണ് കൊടുക്കുന്നത്, പക്ഷേ രുചി വ്യത്യാസമാണ്. ഇങ്ങനെയുള്ള സ്വർഗ്ഗത്തിൽ നീ ആറാടുമ്പോ, സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ എല്ലാമായി അങ്ങനെ സ്വർഗ്ഗത്തിൽ ഇവൻ നല്ലതുപോലെ ജീവിക്കുമ്പോൾ അല്ലാഹു വന്നിട്ട് ചോദിക്കുന്നു തുരീരൂന ശൈആ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവരല്ലാഹയെ മറന്നുപോയി. കാരണം സുന്ദരിമാരായ ഭാര്യമാരെ കണ്ടപ്പോ, അതുപോലെ തന്നെ നല്ല ഭക്ഷണം കണ്ടപ്പോ, അരുവി കണ്ടപ്പോൾ, മദ്യം കണ്ടപ്പോ, എല്ലാം കണ്ടപ്പോൾ അത് മാത്രമാണെന്ന് കരുതി പോയിട്ട് അവര് പറയുന്നു, ഞാനും നിങ്ങളും പറയുന്നതാണ്, എന്റെയും നിങ്ങളുടെയും അവസ്ഥയാണ് എന്റെ സഹോദരങ്ങളെ. അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുവേ അലം തുബയ്യിൽ വുജൂഹനാ, ഞങ്ങളുടെ മുഖത്ത് നീ വെളുപ്പിച്ചില്ലേ തമ്പുരാനെ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, ചിലരുടെ മുഖം പ്രകാശിക്കും, ചിലരുടെ മുഖം കറുത്തുപോകും. കറുത്തുപോയവരാണ് നരകാവകാശികൾ, വെളുത്തുപോയവരാണ് വിശ്വാസികൾ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പടച്ചതമ്പുരാനോട് നവാസുമന്നാന് ചോദിക്കും, ആദരണീയരായ ഉസ്താദുമാര് അതുപോലെ നിങ്ങൾ ചോദിക്കുന്നു, അലം തുബയ്യിൽ വുജൂഹനാ, അല്ലാഹുവേ ഞങ്ങളുടെ മുഖത്ത് നീ പ്രകാശിപ്പിച്ചില്ലേ, വലം തുദ്ഖിൽനൽ ജന്ന, ഞങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തിയില്ല റബ്ബേ, വതുനജ്ജിനാ മിനന്നാർ, കത്തിക്കാളുന്ന കപ്പിയെരിയുന്ന നരകത്തെ തൊട്ട് നീ ഞങ്ങളെ രക്ഷിച്ചില്ല അല്ലാഹ്. ഇനി എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, പെങ്ങളെ സ്വർഗ്ഗത്തിൽ പോയി മുഖം പ്രകാശിച്ച് അല്ലാഹു നരകത്തിൽ രക്ഷപ്പെടുത്തി സ്വർഗം തന്നാൽ, എന്റെ പൊന്നുമോളെ നിനക്ക് അല്ലാഹു തരുന്ന കാര്യം തീർന്നില്ല. എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പോരാടാ മനസ്സുള്ള, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരങ്ങള്, വിപ്ലവം എന്ന് പറഞ്ഞാൽ, ജിഹാദ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചെറുപ്പക്കാര് വന്നിട്ട് പറയും, ഉസ്താദേ സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം കൂടുതലാണ്, പ്രസംഗിക്കണം, സ്ത്രീകളുടെ വസ്ത്രധാരണം വല്ലാതെ കടുത്തുപോയി പ്രസംഗിക്കണം, ഞങ്ങളുടെ കൂട്ടുകാര് മദ്യപാനികളാണ് പ്രസംഗിക്കണം, ഞങ്ങളുടെ കൂട്ടുകാര് വ്യഭിചരിക്കാൻ പോകുന്ന പ്രസംഗിക്കണം. ഇതാണ് വിപ്ലവം എന്റെ സഹോദരങ്ങളെ, ഇതാണ് വിപ്ലവം എന്റെ പ്രിയമുള്ളവര്. സ്വന്തം സഹോദരനെ കൂടി സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവര് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അങ്ങനെ സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല എല്ലാം തരുമ്പോൾ ഇനി എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാനോട് നമ്മൾ പറയുന്ന മറുപടി, അല്ലാഹുവേ ഇനി എന്താ കിട്ടാറുള്ളത് എന്ന് ചോദിക്കുമ്പോ പടച്ച തമ്പുരാന്റെ പുണ്യപ്രവാചകൻ അവിടത്തെ പൊൻചെമ്പക പൂ ചുണ്ടനക്കിക്കൊണ്ട് പറയുകയാണ്, ഫയുഖ്സഫുൽ ഹിജാബ്, അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിൽ ഒരു മറയുണ്ട് പെങ്ങളെ, അല്ലാഹുവിന്റെയും നമ്മുടെയും ഇടയിലും മറയുണ്ട് കൂട്ടുകാരെ. ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന തൂർ സീനാ പർവ്വതത്തിന്റെ ചുവട്ടിൽ വെച്ച് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അല്ലാഹുമായി സംസാരിച്ചതിന് ശേഷം ഒരു ദിവസം റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ ഒന്ന് സംസാരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മൂസ നബിയോട് അല്ലാഹു പറഞ്ഞത്, മൂസ നബിയേ ബൈനി വ ബൈനക അൽഫു ഹിജാബ്, എന്റെയും അങ്ങയുടെയും ഇടയിൽ 1000 മറകൾ ഉണ്ടായിരുന്നു നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, മറകൾ ധാരാളമാണ്. ഒരു പ്രവാചകന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ പോലും മറകൾ 1000 ഉണ്ടായിരുന്നെങ്കിലോ, എന്നാൽ എന്റെയും നിങ്ങളുടെയും ഇടയിൽ
അള്ളാന്റെ മറയില്ലേ? സ്വർഗത്തിൽ ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, സുന്ദരിയായ ഭാര്യ 2 അല്ലാഹ് തരുന്നു, അതുപോലെ തന്നെ സുന്ദരിമാരായ ഹൂറാനികളെ തരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഹൂറാനികളായ സ്ത്രീകള്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്പാലയിലുള്ള, അതല്ലെങ്കിൽ മണത്തലയിലുള്ള, അതല്ലെങ്കിൽ ചാവക്കാടുള്ള, അതല്ലെങ്കിൽ തൃശ്ശൂരുള്ള പെങ്ങളെ പോലെയല്ല ഹൂറാനികളായ പെണ്ണുങ്ങള്. അവർക്കുള്ള മോനുപെല്ലിന്റെ കണ്ട് ജിബ്രീൽ പോലും അമ്പരം നീട്ടുണ്ടേ. ഹൂറാനികളായ പെണ്ണുങ്ങളുടെ സൗന്ദര്യം എത്രയാണ്! അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യുറാ മുഖ്സുഖിഹാ മിൻ വറാഇൽ ലഹ്മി. കണ്ണങ്കാലെന്ന് നോക്കിയാൽ, മുട്ടിന് താഴോട്ടുള്ള കാലിന്റെ ഭാഗമെന്ന് നോക്കിയാ, സുബ്ഹാനല്ലാഹ്, ആ തൊലിയിലൂടെ മാംസം കാണാ, മാംസത്തിലൂടെ എല്ല് കാണാ, എല്ലിലൂടെ എല്ലിന്റെ ഉള്ളിലുള്ള മജ്ജ കാണാ. അത്രത്തോളം സുന്ദരികളല്ലേ ചെറുപ്പക്കാരാ! ഇനി എന്തേ തൊലി വെളുത്ത പെണ്ണിന്റെ പിറകെ പരക്കം പായുന്നു? എന്തിനാ എന്റെ ചെറുപ്പക്കാരാ വെയിറ്റിംഗ് ഷെഡിൽ ബസ് കാത്ത് നിൽക്കുന്ന വെളുത്ത പെണ്ണിന്റെ പിറകെ പോകുന്നത്? അതൊന്ന് നീ അടക്കിയാ, അതൊന്ന് മാറ്റിയാ, അല്ലാഹു നിനക്ക് തരുന്ന പെണ്ണ് ഹൂറാനികളായ പെണ്ണ. ഇതെല്ലാം കിട്ടുമ്പോൾ അല്ലാഹ് ചോദിക്കുന്നു, മതിയോ പടച്ചോനെ, ഇനി എന്താ ഉള്ളത്? അല്ലാഹു മറയങ്ങ് മാറ്റുമ്പോൾ അതാ പടച്ച തമ്പുരാ നമ്മളുടെയും നമ്മുടെയും അവന്റെയും ഇടയിലുള്ള മറയങ്ങ് മാറ്റുമ്പോ അഞ്ചാമത്തെ പ്രത്യേകത അവിടെയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആ മറയങ്ങ് മാറ്റുമ്പോ അതാ എന്തോ ഒന്ന് നിൽക്കുന്നു. ആരാ? ഈ പടച്ചോന് വേണ്ടിയല്ലയോ നമസ്കരിച്ചത്? ഈ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലയോ തൊണ്ട പൊട്ടിക്കീറി നോമ്പ് പിടിച്ചത്? ഈ അള്ളാഹ്ക്ക് വേണ്ടിയല്ലയോ കഷ്ടപ്പെട്ടത്? ഈ പടച്ചോന് വേണ്ടിയിട്ടല്ലയോ തീവ്രവാദി എന്ന പേര് കേട്ടത്? ഈ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ പാതിരാത്രികൾ ഉറക്കമൊഴിച്ചത്? 3 ദിവസത്തിന് മുമ്പ് അപ്പുറത്ത് നൗസാദ് ബാക്കവി സംസാരിച്ച പോലെ കേട്ടവരാ. അന്ന് നിങ്ങൾ ഉറക്കമൊഴിഞ്ഞു, ഇന്നും നിങ്ങൾ ഉറക്കമൊഴിയുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുന്ദരമായി മരിക്കുന്നത് വരെ ഉറക്കം കെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി അള്ളാഹു നാളെ സ്വർഗത്തിലും ഉറങ്ങാ, ഖബറിൽ പുതുമാരനെ പോലെ ഉറങ്ങാ തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ മറവെന്ന് മാറ്റുമ്പോ പടച്ചോനെ നമ്മൾ കാണുകയാണ്, അള്ളാഹയെ കാണുന്നു. അള്ളാഹു എങ്ങനെയാണ് പറയാൻ ആർക്കും തന്നെ കഴിയില്ല. അള്ളാഹുവിന്റെ റസൂല് മാത്രമേ പടച്ചോനെ കണ്ടിട്ടുള്ളൂ. അതും അള്ളാഹു അങ്ങോട്ട് വിളിച്ച് കാണിച്ചു കൊടുത്തതാ. എന്നാൽ ആ പടച്ചോനെ നാളെ സ്വർഗത്തിൽ പോകുമ്പോ യുവാക്കളെ നിങ്ങൾക്ക് കാണാ, അതിനുവേണ്ടി കണ്ണിനെ പാകപ്പെടുത്തിക്കോ. എന്റെ ഉമ്മോ പെങ്ങളെ, നിനക്ക് അല്ലാഹനെ കാണണോ? ആ കണ്ണുകൊണ്ട് ഹറാമ് മാറ്റി വെച്ചോ പെങ്ങളെ. അല്ലാഹനെ കാണുമ്പോ പടച്ചതമ്പുരാന്റെ അങ്ങോട്ട് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹു ആ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിൽക്കുന്ന എന്നോട് നിങ്ങളോടും ഒരു വാക്ക് പറയുകയാണ്. വികാരം വരണ്ടേ, രോമാഞ്ചമണിയണ്ടേ പെങ്ങളെ, സഹോദര. അല്ലാഹു നമ്മുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. സ്വർഗാവകാശികളെ, അസ്സലാം അസ്സലാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, തഹിയ്യതും യൗമ യൽഖൗനഹു സലാം. സൂറത്തുൽ അഹ്സാബ്, തഹിയ്യതും യൗമ യൽഖൗനഹു സലാം. അല്ലാഹു നമ്മളെ കാണുമ്പോ അല്ലാഹു അസ്സലാമു അലൈക്കും എന്ന് സലാം പറയുന്നു. ഇതാണ് പ്രത്യേകത. ദാറുസ്സലാം. ഇവിടേക്കാണ് അള്ളാഹു വിളിക്കുന്നത്. ആരെ? അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നാളെ നിങ്ങൾക്ക് അല്ലാഹയെ കാണാം. ആ കാഴ്ചയിൽ അള്ളാഹു പറയുന്നത് സലാം. അപ്പൊ ഈ സ്വർഗം 5 പ്രത്യേകത. ഒന്ന്, അള്ളാന്റെ പേരിട്ടുകൊണ്ട് മഹത്വമാക്കി. രണ്ടാമത്തെ, എല്ലാ വൃത്തികേടുകളിൽ നിന്നും മുക്തമാക്കി. മൂന്നാമത്തത്, പരസ്പരം നമ്മൾ സലാം പറയുന്നു. നാലാമത്തെ, ചെല്ലുമ്പോ തന്നെ മലക്കുകൾ സലാം പറയുന്നു. അഞ്ചാമത്, സ്വർഗത്തിൽ ആറാടുമ്പോൾ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരുടെ സലാം നമുക്ക് തരുന്നു. ഈ സ്വർഗം ദാറുസ്സലാം. ഈ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല ആരെയാണ് വിളിക്കുന്നത്? അല്ലാഹുവിന്റെ ദാറുസ്സലാം എന്ന സുന്ദരമായ സ്വർഗത്തിൽ അല്ലാഹു തആല ക്ഷണിക്കുന്ന ഒരേ ഒരു കൂട്ടരെ മാത്രമേ
മാത്രമേ ഉള്ളൂ. ആ വിഭാഗം ഏതാ? അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? അല്ലാഹു തആല ആ വിഭാഗത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതാരെയാണ് അല്ലാഹു തആല ആ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരേ ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ആ ദാറുസ്സലാമിൽ അല്ലാഹു ക്ഷണിക്കുന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ. ആ വിഭാഗം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു അൻആമിലൂടെ അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഫമയ്യുരിദില്ലാഹ് അയ്യഹ്ദിയഹു യസ്റഹ് സദ്റഹു ലിൽഇസ്ലാം വമയ്യുരിദ് അയ്യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖാ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ആ ദാറുസ്സലാമിൽ ഒരേ ഒരു വിഭാഗത്തിനെ കടക്കാൻ പറ്റൂ. ഏത് വിഭാഗം? ഏത് വിഭാഗം? ഈ പറഞ്ഞ സൂറത്തുൽ അൻആമിലെ ആ ആയത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഒരേ ഒരു വിഭാഗത്തിന് മാത്രം. ഏത് വിഭാഗമാണ്? എന്റെ സഹോദരിമാര് ചിന്തിക്കും, അല്ലാഹുവേ എന്നെ എന്റെ ഇക്കായ എന്റെ മക്കളെ അത് ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ കൊള്ളാം. ഇത് തന്നെയാണ് കുഴപ്പം. ഇത് തന്നെയാണ് കുഴപ്പം. നമ്മൾ ചിന്തിക്കും, അല്ലാഹുവേ എന്തായിരുന്നാലും നമുക്ക് മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് മരിക്കാം. അതുപോലെ തന്നെ നമ്മൾ പല ചിന്തകളാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ആ ദാറുസ്സലാമിൽ പോകണോ? ഒരൊറ്റ വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ആർക്കാ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, മയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു യസ്റഹു സദ്റഹു ലിൽഇസ്ലാം യസ്റഹു സദ്റഹു ലിൽഇസ്ലാം. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്തുകളോ ആർക്ക് അല്ലാഹു തആല നെഞ്ചിലേക്ക് സ്വീകരിക്കാൻ ആ ഹൃദയം വിശാലമാക്കി കൊടുത്തു. അല്ലാഹുവിന്റെ തീരുമാനങ്ങള്, മുത്തുനബിയുടെ കൽപ്പനകള്, നിരോധനങ്ങള് നെഞ്ചിലേക്ക് ആവാഹിക്കാൻ ആർക്ക് മനസ്സ് വരുന്നു, ആര് നെഞ്ചിലേക്ക് ഏറ്റെടുക്കുന്നുവോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലഹും ദാറുസ്സലാം, അവർക്കാണ് അല്ലാഹു ദാറുസ്സലാം കൊടുക്കുന്നത്. ഹൃദയം വിശാലമാകണം. ഹൃദയം വിശാലമായവർക്ക് മാത്രമേ അല്ലാഹു ദാറുസ്സലാം കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹൃദയം വിശാലമാണോ? നമുക്ക് വിശാലമാണോ? എന്റെ സഹോദരിയോട് പറയാൻ, ഔറത്ത് മറയ്ക്കാൻ പറയുമ്പോൾ, അല്ലാഹുവേ ഇത് എനിക്ക് വേണ്ടിയിട്ടല്ലേ പറയുന്നത്? പുറത്തു മറയ്ക്കാൻ ഉസ്താദുമാര് പ്രസംഗിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ എടുത്തിട്ട് പ്രസംഗിക്കുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയിട്ടല്ലേ? അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ ഇന്ന് മുതൽ എന്റെ ശരീരത്തിന്റെ ഔറത്ത് മറയാത്ത പാശ്ചാത്യന്റെ വസ്ത്രങ്ങൾ, മദാമ പെണ്ണിനെ പോലെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള എന്റെ വസ്ത്രവിധാനത്തെ ഞാൻ ഒഴുകുകയാണ് പടച്ചവനെ. എന്നിട്ട് ഞാൻ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചിഹ്നമായ പർദ ഞാൻ ധരിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സ് വെക്കുന്ന പെങ്ങളേടാ, ആ സഹോദരിയുടെ മനസ്സ് വിശാലമാണ്. അവൾക്ക് ദാറുസ്സലാം. മദ്യപിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹുവേ മദ്യപിച്ചാൽ നാളെ പൊന്നാര നബി എന്നെ കാണണ്ട എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ആ മദ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മദ്യം നിർത്താൻ, മദ്യപിക്കുന്ന സ്വഭാവം മാറ്റിവെക്കാൻ തയ്യാറാകുവോ? അങ്ങനെയുള്ള ചെറുപ്പക്കാരെ, നിങ്ങളുടെ ഹൃദയം വിശാലമാണ്, നിങ്ങൾക്ക് ദാറുസ്സലാം ഉണ്ട്. പലിശ വാങ്ങുന്നത് 73 ഭാഗമാണ്, 73 ശാഖകളാണ്. അതിന്റെ ഏറ്റവും ചെറിയ ശാഖ സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നത് പോലെയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുമ്പോൾ ആ പലിശയുമായി ഞാൻ ഇനി ബന്ധപ്പെടില്ല. എന്റെ മക്കള് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന് ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി കുറച്ച് തൈരിന്റെ ആവശ്യം വന്നു. തൈര് ആ സന്ദർഭത്തിൽ ബന്ധുക്കളെടുത്ത് പറഞ്ഞു, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, തൈര് കൊണ്ടുവരാൻ പറഞ്ഞു. തൈര് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ സംശയം, ഇത് ഹറാമാണോ ഹലാലാണോ എന്നൊരു സംശയം. ഹറാമാണെന്നും വ്യക്തമല്ല, ഹലാലാണെന്നും വ്യക്തമല്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ ശുബ്ഹാത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ നോക്കിയപ്പോൾ ഈ തൈരിൽ അങ്ങനെ ഒരു സംശയം. അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട. ബന്ധുക്കൾ പറഞ്ഞു, എന്നാ ഞങ്ങൾ പാവങ്ങൾ കൊടുത്തേക്കട്ടെ. ഇമാം അഹ്മദ് പറഞ്ഞു, കൊടുത്തോ, കുഴപ്പമില്ല, പക്ഷെ ഞാനത് സ്വീകരിച്ചില്ല എന്നുകൂടി നിങ്ങൾ പറഞ്ഞേക്കണം. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബന്ധുമിത്രാദികൾ ഈ തൈരുമായിട്ട് അവിടെയുള്ള മുഴുവൻ പട്ടിണി പാവങ്ങളുടെ മുന്നിലും ഓടി നടന്നു. അവര് പറഞ്ഞു, ഇമാം അഹ്മദ് ഉപേക്ഷിച്ചെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, അതിലെന്തോ ഒരു വുഡൻസ് കാണും, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട.
നശിപ്പിക്കാൻ ഒരു പേടിയും ഒരു മടിയും. അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ വീട്ടിന്റെ അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കണം. കഴിച്ച ചോറ് എല്ലാം കൂടി തൂത്തുവാരിയിട്ട് നേരെ അടുക്കളയിൽ കൊണ്ടിട്ടിരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഒരിക്കലും പാടില്ല. ദാരിദ്ര്യം ഉണ്ടാവുന്നതിന് കാരണമാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പല കിതാബുകളിലും നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ബന്ധുമിത്രാദികൾക്ക് ഒരു ആശങ്ക. അവരെന്ത് ചെയ്തു? നശിപ്പിക്കാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അവർ കൊണ്ടുവന്ന് കടലിലേക്ക് ഒഴിച്ചു. കടലിലേക്ക് ഒഴിച്ചു. മീനെങ്കിലും നിന്നോട്ടെ എന്ന് വെച്ചിട്ട് ഈ വിവരം ആരറിഞ്ഞു? മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബലി വിവരമറിയുന്ന സുബ്ഹാനല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നു. നിസാരമായി ഹറാമെന്ന് വ്യക്തമല്ലാത്ത ശുബ്ഹാത്തിന്റെ ഒരു സാദൃശ്യം, ഒരു ശുബ്ഹാത്തിന്റെ അവ്യക്തമായ ഒരു തൈര്, നിസാരമായ ഒരു തൈര് അത് സമുദ്രത്തിൽ ഒഴുക്കിയെന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ മരിക്കുന്നത് വരെയും അദ്ദേഹം കടലിൽ നിന്ന് ഒരു മത്സ്യം പോലെ കഴിച്ചിട്ടില്ല. കടലിൽ തൈരൊഴിക്കുക, കടലിൽ കൊണ്ടുവന്ന് തൈരൊലിപ്പിച്ചാൽ എവിടെയാ ഏത് മത്സ്യമാ കഴിക്കുന്നത്? ഒഴിക്കുമ്പോഴേ പരന്നു പോകുന്നില്ലേ? എന്നാലും ഇമാം അഹ്മദ് ചിന്തിച്ചത്, അല്ലാഹുവേ ഈ തൈര് കഴിച്ചുണ്ടായ മത്സ്യമാണെങ്കിലോ അതെനിക്ക് വേണ്ട എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് കാണിച്ച അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇന്ന് സ്കൂള് വിട്ട് മക്കള് വരുമ്പോ, മക്കള് മുട്ടായി കൊണ്ടുവരുമ്പോ എന്റെ ഉമ്മ ഉപ്പ ചോദിച്ചോ ഇതുവരെ എവിടെ നിന്ന് കിട്ടിയടാ എന്ന് ചോദിച്ചാൽ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്കെന്ത് ഹറാമാ, നമുക്കെന്ത് ഹലാലാ, നമുക്കെന്ത് ശുബ്ഹാത്താ? പോരെ സഹോദരങ്ങള്, അല്ലാഹു നമ്മളെ യഥാർത്ഥ വിശ്വാസികളാക്കി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇങ്ങനെ ഹറാമായ ഭക്ഷണം ഉള്ളിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മൾ ഹൃദയം വിശാലമായവരാ. നമുക്ക് അല്ലാഹു സ്വർഗം തരും, ദാറുസ്സലാം. ഇനി ഉസ്താദേ അങ്ങനെയൊക്കെ നോക്കിയ പിന്നെ ജീവിക്കാൻ പറ്റുമോ? നേരത്തെ പറഞ്ഞ പലിശയിന് ഞാൻ നിർത്തുന്നു ഉസ്താദ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തുകാരൻ ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ പിറ്റേന്ന് വിളിച്ചു. ഞാൻ മറ്റൊരു പ്രഭാഷണത്തിന് പോകാൻ യാത്രയിലാണ്. ഉസ്താദേ എന്നെ മനസ്സിലായോ? ഞാൻ ചോദിച്ചു, ആരാണ്? ഞാൻ ഇന്ന് പലിശ നിർത്തി എന്ന് പറഞ്ഞ് നിങ്ങളുടെ പള്ളിയിൽ വന്നു പറഞ്ഞ ആളാണ്. എന്റെ മക്കൾക്ക് വല്ലാഹി സത്യം ആ സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്താ? നമുക്ക് എന്തിന്റെ കുറവാ? ഒരു സദസ്സ് കയറിയാൽ ഒരു ജുബ്ബയും ഉണ്ട്, അടുത്ത സദസ്സ് കയറുമ്പോൾ അടുത്ത ജുബ്ബയും ഉണ്ട്. എന്ത് സുഭിക്ഷമാണ്! എവിടെ പോയാലും ഭക്ഷണം, ആരൊക്കെ കൂടെ വന്നാലും ഭക്ഷണം കൊടുക്കുന്നു. ഇന്ന് എന്റെ കൂടെ നിരവധി സഹോദരങ്ങൾ, 15ഓളം സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ഇന്ന് ആഹാരം കൊടുത്ത വീട്ടുകാർ ഭക്ഷണം ഒരുക്കി. അല്ലാഹു തആല അവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല ദുനിയാവിന്റെ ചൂടും തീയും പുകയും അനുഭവിച്ചുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിയ വീട്ടുകാർക്ക് അല്ലാഹു തആല നരകത്തിന്റെ ചൂടും തീയും പുകയും അല്ലാഹു ഹറാമാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിന്റെ കുറവാ? സ്നേഹത്തിന് സ്നേഹം, പൈസയ്ക്ക് പൈസ, എല്ലാം ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. എന്നാൽ ആ സഹോദരൻ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദേ ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഞാനത് നിർത്തിയതിന്റെ പേരിൽ ഉസ്താദേ ഈ പെരുന്നാളിന് എന്റെ പൊന്നുമക്കളെ ഞാൻ പള്ളിയിൽ കൊണ്ടുപോകുമ്പോൾ പഴയ മുണ്ടുമുടുപ്പ് മുടിപ്പിച്ചാ ഞാൻ കൊണ്ടുപോയത് ഒരു പുത്തനുടുപ്പ് വാങ്ങിക്കാൻ. എന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. ഇന്നലെ വരെ, കഴിഞ്ഞ പെരുന്നാൾ വരെയും ഞാൻ പലിശയ്ക്ക് പണമെടുക്കുമ്പോ ആ പൈസ കൊണ്ടാ എന്റെ മക്കൾക്ക് ഞാൻ പുതിയ ഉടുപ്പ് വാങ്ങി, പുത്തനുടുപ്പ് വാങ്ങിയത്. എന്റെ പൊന്നുമക്കൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ഉളുഹിയ്യത്തിന്റെ ഇറച്ചിയല്ലാതെ 1/2 ഗ്രാം ഇറച്ചി വാങ്ങാനുള്ള പൈസ എന്റെ ഇല്ലാതെ പോയി ഉസ്താദേ എന്ന് പറഞ്ഞ് കരഞ്ഞ സഹോദരൻ. ആ സഹോദരൻ എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു വാക്കുമാറൂല. ആ സഹോദരന് ദാറുസ്സലാമിൽ ഉന്നതമായ പദവിയുണ്ട്. ആ സഹോദരൻ പേടിക്കണ്ട. കാരണം അത് കേട്ടപ്പോ മാറാനുള്ള മനസ്സ് കാണിച്ചല്ലോ. ഇത് കേട്ടിട്ടും പലിശ കച്ചവടക്കാരൻ നിർത്താനുള്ള മനസ്സ് കാണിക്കാതിരിക്കുമ്പോ, അതുപോലെ മദ്യപിക്കുന്നവരെ നിർത്താതിരിക്കാനുള്ള മനസ്സ് കാണിക്കുമ്പോ, ഔറത്ത് മറയ്ക്കാതെ നടക്കുന്ന പെങ്ങന്മാർ ഇത്രയും കേട്ടിട്ട് ഇനി ഞാനത് മറയ്ക്കൂല, ആരൊക്കെ എന്ത് പറഞ്ഞാലും മറയ്ക്കൂല എന്ന തീരുമാനത്തിലാണെങ്കിൽ എന്റെ പെങ്ങളെ, നിങ്ങളുടെ ഹൃദയം, നമ്മൾ ഓരോരുത്തരുടെ ഹൃദയം ഇടുക്കമാണ്. ദാറുസ്സലാമിൽ കടക്കാനുള്ള പവർ നമുക്ക് അല്ലാഹു തന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഉസ്താദെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഉസ്താദെ ഹൃദയം വിശാലമായോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും ഉസ്താദെ? സഹാബത്തിനുണ്ടായി സംശയം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയണം, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, എന്ത് അടയാളമാണ് ഹൃദയം വിശാലമായാൽ ഞങ്ങൾക്ക്? എന്തെങ്കിലും അടയാളമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉണ്ട്, അടയാളമുണ്ട്. 3 അടയാളങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്,
فهل لذلك من أمارة يعرف بها يا رسول الله അല്ലാഹുവിന്റെ നബിയേ എന്തേലും അടയാളമുണ്ടോ? ഒരാളുടെ ഹൃദയം വിശാലമായാൽ എന്തെങ്കിലും അടയാളമുണ്ടോ? അങ്ങനെ ഹൃദയം വിശാലമാകുന്നവർക്കല്ലേ അല്ലാഹു ദാറുസ്സലാം കൊടുക്കുന്നത്. അതിന് എന്തെങ്കിലും അടയാളമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? സ്വഹാബത്തേ സലാസത്തു ഇമാറ, അതിന് 3 അടയാളങ്ങളാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന പെങ്ങളോട് ഞാൻ പറയട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഈ 3 അടയാളങ്ങളുണ്ടോ എന്നൊന്ന് പരിശോധിക്ക്. ഒന്നാമത്തെ അടയാളം ഏതാ? അൽഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള വെപ്രാളമാണ്. എങ്ങനെയെങ്കിലും എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി. ഉസ്താദേ തറാവീഹ് 20 ഉള്ളോ? ഏതെങ്കിലും ഹദീസിൽ 25 ഉണ്ടോ? എന്നാ ഞാൻ അതും കൂടെ നിസ്കരിച്ചിട്ട് സ്വർഗത്തിൽ പോയേക്കാം. ഉസ്താദേ അൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാ, മാതാക്കളുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമെന്ന് പറഞ്ഞല്ലോ. അക്കൂട്ടത്തിലെ പിതാവിനെ പറഞ്ഞു, അക്കൂട്ടത്തില് ബഹുമാനിക്കപ്പെടേണ്ട മുതിർന്നവരെ പറഞ്ഞു. എന്നാ അവരെ കൂടെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകട്ടെ. ഇങ്ങനെ സ്വർഗത്തിൽ പോകാനുള്ള വ്യഗ്രത, എന്ത് കിട്ടിയാലും സ്വർഗത്തിൽ പോകണമെന്നുള്ള വെപ്രാള സഹാബത്തിനെ നിങ്ങൾക്കറിയോ? പാവപ്പെട്ട സഹാബാക്കള് അല്ലാഹുവിന്റെ റസൂൽ മിറാജിന്റെ രാത്രി സ്വർഗത്തിലേക്ക് കണ്ടു. ആ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് പാവപ്പെട്ട മുഹാജിരീങ്ങളെയാ. അല്ലാഹുവിന്റെ റസൂൽ മുഹാജിരീങ്ങളായ പാവപ്പെട്ട ആ സഹാബാക്കളെ കാണുമ്പോ ആ സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ജീവിതത്തിൽ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, നബിയേ, പണക്കാരെ നിസ്കരിക്കുന്നത് പോലെ ഞങ്ങൾ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പൊടിക്കും പോലെ അവരും നോമ്പൊടിക്കുന്നു, ഞങ്ങൾ ചെയ്യുന്ന പോലെയൊക്കെ അവരും ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉള്ളതിനേക്കാൾ ഒരു അനുഗ്രഹം അല്ലാഹു കൊടുത്തല്ലോ അവർക്ക് സമ്പത്തിലൂടെ. അത് അവർക്ക് സാധുക്കൾക്ക് കൊടുത്ത് അവർ പുണ്യം നേടുന്നു, ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ലല്ലോ. എന്ത് ചെയ്യും നബിയേ? എന്തൊരാഗ്രഹം എന്ന് അറിയിച്ചു നോക്കി. എന്തൊരാഗ്രഹമാണ്. പണക്കാര് സ്വർഗത്തിൽ പോകും, ഞങ്ങൾ സ്വർഗത്തിൽ പോകും. അള്ളാഹുവിന്റെ റസൂൽ പറയാ, നിങ്ങൾ അള്ളാഹുവിന്റെ നബിയെ, അവര് ഞങ്ങളെ പോലെ നിസ്കരിക്കുന്നു, ഞങ്ങളെ പോലെ നോമ്പൊടിക്കുന്നു, എല്ലാം ഞങ്ങളെ പോലെ. പക്ഷെ അവര് ഞങ്ങളെ പോലല്ലോ, അവർ സദഖ കൊടുക്കുന്നല്ലോ, കൂടുതൽ പുണ്യം അവർ കിട്ടൂലേ. അത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നബി പറഞ്ഞൊരു കാര്യം ചെയ്യും. 5 നേരം നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് വെച്ച് ചെല്ലിക്കും, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. ഇങ്ങനെ നീ നിങ്ങൾ ചെല്ലിക്കോളാ. പാവങ്ങൾക്ക് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാം. ഇത് അവര് പോയി അന്ന് മുതൽ ചെല്ലാൻ തുടങ്ങി. പണക്കാരും ഉണ്ടാതിരിക്കും, അവരും ചെല്ലി. അവര് ചെല്ലുന്നത് കേട്ടപ്പോൾ പാവപ്പെട്ടവർ വീണ്ടും ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുന്നിൽ, നബിയേ, അത് അവർ പണക്കാരും ചെല്ലാൻ തുടങ്ങിയല്ലോ, ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യും? പുണ്യം അവരെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് കിട്ടണം. അള്ളാന്റെ റസൂൽ അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്നതല്ല, അത് അള്ളാന്റെ ഔദാര്യർക്ക് അല്ലാഹു കൊടുക്കും എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സലാം പറയുന്നതിന്റെ മഹത്വം റസൂലുള്ളാഹി പഠിപ്പിക്കുമ്പോൾ അവര് ഒളിച്ചു കളിക്കുമായിരുന്നു. ചുമ്മാനെ നിൽക്കുമ്പോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും പറയൊന്നും വേണ്ട. കാണുമ്പോൾ സലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ സലാം പറയുന്നതിന്റെ മഹത്വം പഠിപ്പിച്ചു കൊടുത്തപ്പോ സഹാബാക്കൾ ഒളിച്ചു കളിക്കുമായിരുന്നു. കാരണം എന്താ? ഇങ്ങനെ സലാം പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ അടുത്ത സഹോദരനോട് സലാം പറയണമെന്നാണ്. അങ്ങനെ വരുമ്പോഴെന്ത് ചെയ്യും? മതിലിന്റെ അപ്പുറം ഇപ്പുറം സഹാബാക്കൾ നിന്ന് അങ്ങനെ ഒളിച്ചു കളിച്ചിട്ട് ഒളിച്ചിരിക്കും. എടുത്ത് അടുത്തൊരു സഹാബി മുമ്പിൽ വന്നിട്ട് പറയും സലാം അലൈക്കും. ആ സഹാബി സലാം മടക്കിയിട്ട് വീണ്ടും അടുത്ത സഹാബി ഒളിക്കും. എന്തിനാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒളിച്ചെണ്ണിട്ട് 10 വരെ എണ്ണിട്ട് കണ്ടുപിടിക്കുന്ന പോലെയല്ല, സലാം പറയാൻ കൂടുതൽ പുണ്യം കിട്ടാൻ. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഏതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത്തജാഫി അൻ ദാരിൽ ഖുറൂർ, വഞ്ചനയുടെ ചതിയുടെ ഒരുപാട് ചതിയുടെ വഞ്ചനയുടെ നാടായ ഈ ദുനിയാവിൽ നിന്ന് ഒളിച്ചോടണ്ടേ. ദുനിയ അഖല്ലു മിനൽ ഖലീലി വാസിഖുഹാ അഖല്ലു മിനൽ ഖലീലി.
ദുനിയാവ് ചെറുതാണ്, ചുരുങ്ങിയതാണ്. അതിനെ ആശിക്കുന്നവനോ പ്രേമിക്കുന്നവനോ ഇഷ്ടപ്പെടുന്നവനോ കാമിക്കുന്നവനോ നിസാരന്മാരിൽ നിസാരനാണ്, അധമന്മാരിൽ അധമനാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ദുനിയാവെന്ന് പറഞ്ഞാൽ ശവമാണ്, ശവമാണ്. അതിനെ തേടുന്നവനോ തോലിബുഹാ കിലാബ്, അതിനെ തേടുന്നവനോ പട്ടിയാ പട്ടിയാ പട്ടിയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ ആ ചതിയുടെ നാട്ടിൽ നിന്ന് പോകാനുള്ള ഒരു വെപ്രാളം അങ്ങനെ ഉണ്ടോ? നമുക്കങ്ങനെയില്ല. ഇനി 2 നിലയും കൂടെ കിട്ടിയാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? ഇനിയും 3 ഏക്കറുടെ വാങ്ങിയാൽ എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? കിട്ടിയാലും തീരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാ, എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം എത്രത്തോളം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയോ. ജീവിച്ചാൽ മാത്രമേ അള്ളാഹുവിന്റെ സ്വർഗം നമുക്ക് കിട്ടൂ. അതുകൊണ്ട് ദുനിയാവിന്റെ പിറകെ പരക്കം പായാൻ പാടില്ല. ദുനിയാവിൽ നിന്ന് മാറിപ്പോകാൻ നമ്മൾ ആഗ്രഹിക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതാണ് 2ാമത്തെ അടയാളം. സമയം വൈകുകയാണ്. 3ാമത്തെ അടയാളം, സഹാബത്തിനോട് അള്ളാന്റെ പുണ്യപ്രവാചകന് മദീനയുടെ രാജകുമാരന് പാടത്തെ പറവേക്ക് പാലാണോ, ഭാരിന്റെ മക്കൾക്ക് നിര്യാണോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സഹാബത്തെ, അൽ ഇസ്തിഅദാദു ലിൽ മൗതി ഖബ്ലൽ മൗത്. 3ാമത്തെ അടയാളം, മരിക്കുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഒന്ന് തയ്യാറെടുക്കണം എന്ന് പറഞ്ഞാൽ, കുഴിയും വെട്ടി കഫംപുടവയും വാങ്ങിയിട്ട് അതിനകത്ത് കാലം നീട്ടിയിട്ടിരിക്കണമെന്നല്ല. പിന്നെയോ, മരണത്തിന് മുമ്പ് അതിനു വേണ്ടി തയ്യാറാകണമെന്ന് പറഞ്ഞാൽ കയറ് കെട്ടി കഴുത്തിലിട്ടിട്ട് അതിന്റെ മുകളിൽ കയറി ഉത്തരത്തിരിക്കണമെന്നല്ല. പിന്നെയോ, മരണത്തിന് മുമ്പ് തയ്യാറാകേണ്ടത് എങ്ങനെയാണ്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തീരുമാനിക്കുമ്പോഴേ നമ്മൾ മരിക്കൂ. പരിശുദ്ധമായ ഹറമിൽ ഈ വർഷം ഹജ്ജിന് പോയ ഒരു ഹാജിയെ പറ്റി പത്രത്തിൽ നമ്മൾ വായിച്ചല്ലോ. അദ്ദേഹത്തിന് ഒരു അപകടം പറ്റി. അപകടത്തിൽ എല്ലാവരും മരിച്ചു, ഇദ്ദേഹവും മരിച്ചു. ഇദ്ദേഹം ഇപ്രാവശ്യം ഹജ്ജിന് പോയ ആള് അദ്ദേഹം മരിച്ചു. ഡോക്ടർമാര് പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അതിനു മുമ്പ് അപകടമായതുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തീരുമാനിച്ചാൽ ഒരാൾ മരിക്കൂ. സഹോദരങ്ങളെ, അള്ളാഹു തീരുമാനിച്ചാലേ മരിക്കൂ. എല്ലാവരും മരിച്ചു, ഈ സഹോദരനും മരിച്ചു. പെട്ടെന്ന് തന്നെ ആശുപത്രി ഡോക്ടർമാര് വിധിയെഴുതി പോസ്റ്റ്മോർട്ടം ചെയ്യണം. അങ്ങനെ പോസ്റ്റ്മോർട്ടം ടേബിളിലെടുത്ത് കിടത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർമാര് തലയോട്ടി ഇളക്കാൻ വേണ്ടി തലയോട്ടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഈ ചുറ്റിക കൊണ്ടടിച്ചു. അങ്ങനെയാണല്ലോ ഇളക്കുന്നത്. അല്ലാഹു തആല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണത്തെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പാതിരാത്രികളിൽ പകലുകളെ പോലെ നമ്മൾ യാത്ര ചെയ്യുന്നവരാ. അല്ലാഹു തആല ഒരു സെക്കൻഡ് വണ്ടി ഓടിക്കുന്നവരുടെ കണ്ണ് അല്പമെന്ന് ഒരു സെക്കൻഡ് എന്ന് ഉറങ്ങിപ്പോയാൽ നടുറോഡിൽ പിടഞ്ഞു വീണ് മരിക്കുക. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാഗത്ത് കീറിയിട്ട് ആ നെഞ്ച് വാരിയല്ലുകൾ പരസ്പരം കോർത്തിരിക്കുന്നതായി അതിന്റെ കൊളുത്തുകൾ അഴിച്ചിട്ട് ആ ഹൃദയത്തിൽ നിന്നും കരളിൽ നിന്നും ഭാഗങ്ങൾ കീറി മുറിച്ചെടുക്കുന്ന തലയിൽ ചുറ്റിക്കൊണ്ടടിച്ചിട്ട് ആ തലയോട്ടിയെ 2ആയിട്ട് മാറ്റുന്ന പോസ്റ്റ്മോർട്ടം അല്ലാഹു തആല നമുക്ക്, നമ്മുടെ പൊന്നുമക്കൾക്കും, അല്ലാഹു നമ്മുടെ ഭാര്യമാർക്കും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നമ്മളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, മക്കളെ പോലെ നമ്മളെ സ്നേഹിക്കുന്ന മാതാക്കൾ, അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹു എല്ലാവരുടെയും അപകടങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സഹോദരനെ ചുറ്റിയെ കൊണ്ട് തലയിലടിച്ചു. സുബ്ഹാനല്ലാഹ്. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ നോക്കിയപ്പോൾ വിരലനങ്ങുകയാ. ഡോക്ടർമാര് മരിച്ചു, ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് പോസ്റ്റ്മോർട്ടം പിന്നെ ടേബിളിലെടുത്തു കിടത്തി. ആ സഹോദരനെ തലയോട്ടി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിയെ കൊണ്ടടിക്കുമ്പോൾ വിരൽ അനങ്ങുകയാണ്. ഡോക്ടർമാർ ഉടനെ ഐസിയുലാക്കി. ആ സഹോദരനെ ചുറ്റിയെ കൊണ്ട് തലയിൽ അടി കിട്ടിയത് കൊണ്ട് 2 കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടു. ആ സഹോദരൻ ഈ വർഷത്തെ ഹജ്ജിന്റെ പരിശുദ്ധമായ ഹറമിലെത്തി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഹജ്ജ് മഖ്ബൂലും മബ്റൂറുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തീരുമാനിച്ചാലേ മരിക്കൂ. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഹൃദയം വിശാലമായവർക്ക് അല്ലാഹു സ്വർഗ്ഗം ദാറുസ്സലാം കൊടുക്കൂ. ആ ദാറുസ്സലാമിലേക്കാണ് അല്ലാഹു ക്ഷണിക്കുന്നത്. അതിന്റെ അടയാളങ്ങളൊന്ന് ദുനിയാവിൽ നിന്ന് ഒളിച്ചോടാനുള്ള കൊതിയാണ്. 2ാമത്തേതോ ആഖിറത്തിലേക്ക്, സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കൊതിയാണ്. 3ാമത്തേതോ അൽ ഇസ്തിഅദാദു ലിൽ മൗത് ഖബ്ലൽ മൗത്, മരിക്കുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒന്ന് തയ്യാറെടുക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മരിക്കുന്നതിന് മുമ്പ് മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ്? ഖുർആൻ പറയുന്നു, മറ്റൊന്നുമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ.
മുസ്ലിമായിട്ടല്ല നിങ്ങൾ മരിക്കാൻ പാടില്ല. അപ്പോൾ മരിക്കാൻ തയ്യാറെടുക്കേണ്ടത് ഒരു രീതിയാണ്, മുസ്ലിമായി ജീവിക്കണം, അത്രേ ഉള്ളൂ. എങ്കിലേ മരിക്കാൻ പറ്റൂ. മുസ്ലിമായി ജീവിച്ചാൽ എങ്ങനെ മരിച്ചാലും പ്രശ്നം, ആര് വെട്ടിക്കൊന്നാലും പ്രശ്നമില്ല, ആരടിച്ചു പൊട്ടിച്ച് മരിച്ചാലും കുഴപ്പമില്ല, മുസ്ലിമായി മരിക്കണം. മദീനയിൽ അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് കുറെ മുസ്ലിമീങ്ങളെന്ന് തോന്നിക്കുന്നത്, അങ്ങനെയാണ് മുസ്ലിങ്ങളെന്ന് തോന്നിക്കുന്ന കുറച്ച് പേര് വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങളിപ്പോ ഇസ്ലാമിലേക്ക് വന്നേ ഉള്ളൂ, മക്കയിലൊക്കെ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കണം, അതുകൊണ്ട് ഒരു 10ഓളം പേരെ ഒന്ന് വിട്ടു തരണം പഠിക്കാൻ. അങ്ങനെ 10 സഹാബത്തിനെ വിളിച്ചിട്ട് ആസിം റളിയല്ലാഹു അൻഹു അടങ്ങുന്ന, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു അടങ്ങുന്ന 10ഓളം സഹാബത്തിനെ അല്ലാഹുവിന്റെ റസൂൽ വിട്ടുകൊടുത്തു. വഴിയിലെത്തിയപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളായിരുന്നില്ല, മുശ്രിക്കീങ്ങളായിരുന്നു. കൊല്ലാൻ തീരുമാനിച്ചു. 7ഓളം പേര് സഹാബാക്കൾ അവരോട് പോരാടിക്കൊണ്ട്, അവരുടെ കയ്യിൽ വാളുകളില്ല, ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കാൻ വേണ്ടി വന്നവരാണ്. അവസാനം അവർ 7 പേര് ഷഹീദായി. 3 പേര് ഓടി ഒരു മലയുടെ മുകളിൽ കയറി. താഴെ നിൽക്കുന്നവർ ശത്രുക്കൾ പറഞ്ഞു, ഞങ്ങൾ ഒന്നും ചെയ്യൂല, ഇറങ്ങി വരാൻ പറഞ്ഞു. 2 പേര് വിശ്വസിച്ചില്ല. ആസിം റളിയല്ലാഹു അൻഹു അടക്കമുള്ള 2 പേര് അവര് പരസ്പര യുദ്ധം ചെയ്തിട്ട് 2 പേരും ഷഹീദായി. ഈ വിഷയം നമുക്ക് വിശാലമാണ്, ചർച്ച ചെയ്യാൻ സമയമില്ല. അവസാനം ഇവരെ ഇനി വിശ്വസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മഹാനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് ഇസ്ലാമിൽ ക്രൂശിക്കപ്പെട്ട ഒരേ ഒരു സഹാബി മഹാനായ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു ആണ്. ആ ഖുബൈബ് റളിയല്ലാഹു തആല ഇറങ്ങി വന്നില്ല. എന്റെ സഹോദരങ്ങളെ, അവസാനം എന്റെ പ്രിയമുള്ളവരെ അവരെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കാനാ? നിങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞു വന്നവരാണ്, നിങ്ങളെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഖുബൈബ് റളിയല്ലാഹു അൻഹു ഒരുപാട് സമയം അവരുമായി വാഗ്വാദങ്ങൾ, സംവാദങ്ങളുടെ ഇടയിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവർ പിടികൂടുകയാണ്. എന്നിട്ട് എന്റെ സഹോദരങ്ങളെ, മക്കയിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സഹാബിയാണ് ഖുബൈബ്. ആ ബദർ യുദ്ധത്തില് ശത്രുക്കളിൽ നിന്ന് ഒരുപാട് പേരെ കൊന്നയാളാ ഖുബൈബ്. ആ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ ചോദിച്ചു, ഖുബൈബിനെ ഞങ്ങൾക്ക് തരുവോ? ശത്രുക്കൾ പറഞ്ഞു, എന്ത് തരും? ഇത്ര ഇനാം തരാം. അങ്ങനെ വാങ്ങിച്ചു. ഖുബൈബിനെ അവർക്കൊന്ന് വിട്ടുകൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ താൻ കൊലപ്പെടുത്തിയ ശത്രുക്കളുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. അവസാനം അവരെന്ത് ചെയ്തു? എന്റെ പ്രിയപ്പെട്ടവരെ, ഇയാളെ കൊല്ലാൻ തീരുമാനിച്ചു. ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ കൊല്ലാൻ, നാളെ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്തെങ്കിലും അന്ത്യാഭിലാഷം. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, നാളെയുടെ പ്രഭാതത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ അരുണന്റെ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ താൻ രക്തസാക്ഷിയാകാൻ പോവാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ ശത്രുക്കളോട് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എനിക്ക് തരേണ്ടത്, അവസാനമായി എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളൊരു കത്തി തരുവോ? ഒരു ചെറിയ മുറിയുന്ന കത്തി എനിക്ക് തരുവോ എന്റെ കൂട്ടുകാരെ എന്ന് ചോദിക്കുമ്പോൾ ശത്രുക്കൾ എന്താണെന്ന് തിരക്കിയപ്പോൾ ഖുബൈബ് പറഞ്ഞ മറുപടി, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മരിക്കുമ്പോ വൃത്തിയോടെ മരിക്കണം. എന്റെ കൈകളിലെ നഖമിതാ വളർന്നിരിക്കുകയാണ്, കൈകാലുകളിലെ നഖം വളർന്നിരിക്കുന്നു, എന്റെ ദാടിരോമം വളർന്നിറങ്ങിയിരിക്കുന്നു. അതൊന്ന് വെട്ടി ഒരുക്കി കയ്യിലെ നഖമെല്ലാം മുറിച്ചു കളഞ്ഞിട്ട് എനിക്ക് നല്ലതുപോലെ പുതുമാരനെ പോലെ മരിക്കണം. അതുകൊണ്ടൊരു കത്തി തരുവോ എന്ന് ചോദിക്കുമ്പോൾ എന്നെ കത്തി കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കത്തിയും വാങ്ങിയിട്ട് കയ്യിലെ കാലിലെയും നഖമെല്ലാം വെട്ടിക്കളഞ്ഞു, താടിയിലെ രോമങ്ങളെല്ലാം ഒതുക്കിയിട്ട് മുടിയെല്ലാം വെട്ടി ഒതുക്കി മരിക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയാ. എന്റെ സഹോദരങ്ങളെ, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ സെക്രട്ടറി ആയിരുന്ന എന്റെ നാട്ടിലുള്ള ഒരു ഉസ്താദാണ് എന്നും യൂസുഫ് മൗലവി ഉസ്താദ് അവറുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചതെന്ന കഴിഞ്ഞതിന് മുമ്പത്തെ ആ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച, പരിശുദ്ധമായ റമളാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച നോമ്പുകാരനായി ദാടി ഒതുക്കി മീശ ഒതുക്കി നഖം വെട്ടി കുളിച്ച് അത്ര പൂശിയിട്ട് സുബഹി നമസ്കാരത്തിന് വേണ്ടി പള്ളികളിൽ പോയി അവിടെ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്തുള്ള ജാമിഅ ഹുദൈബിയ ബനാപ്പിൽ പോയി സ്ത്രീകൾക്ക് വനിതാ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ജുമുഅക്ക് ബാങ്ക് വിളിക്കാൻ നിമിഷ നേരമാണ് ഇനിയുള്ളത്. ആ സന്ദർഭത്തിൽ അസ്രായീൽ വന്ന് മഹാനുഭാവന്റെ റൂഹ് പിടിക്കുകയാ.
അദ്ദേഹം മരണപ്പെട്ടു. കുളിച്ചു, നഖം വെട്ടി, മുടി ഒരുക്കി, സുന്ദരമായി അത്തറുപൂശിയിട്ട് ഇടയത്താഴം കുടിച്ചു. പള്ളിയിൽ പോയി സുബഹി നമസ്കരിച്ചിട്ട് അവിടെ ചെന്ന സ്ത്രീകൾക്ക് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ അസറാഗയിൽ വന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോയി. മരിക്കാൻ അസറാഗീലിന്റെ മുന്നിൽ മലർന്ന് കിടന്നു കൊടുത്ത ഉസ്താദാ അദ്ദേഹത്തിന്റെ റൂഹ് പിടിച്ചു. അദ്ദേഹത്തിന് അടക്കം ചെയ്തു. അടക്കം ചെയ്ത് കഫൻ പൊതിഞ്ഞ് അടക്കം ചെയ്ത് പലക നിരത്തി മണ്ണിട്ട് തൽഖീൻ ഓതിയിട്ട് പിരിയുമ്പോ അതാ പള്ളിയുടെ മിനാരത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. മറ്റൊന്നുമല്ല, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. റമളാനിന്റെ ആദ്യ വെള്ളിയാഴ്ചയുടെ മഗ്രിബിന്റെ ബാങ്ക. വിശ്വാസികൾ 4 ഭാഗത്തേക്ക് ചിഹ്നിച്ചതറിപ്പോയി. എന്തിനാണ് ഈത്തപ്പഴം എടുത്ത് നോമ്പ് മുറിക്ക? നോമ്പുകാരനായി മരിച്ച സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ ഒരു പണ്ഡിതന് നോമ്പ് മുറിച്ചത് ഖബറിന്റെ ഉള്ളിലല്ലയോ? ഈ ഭാഗ്യം നമുക്ക് കിട്ടുമോ? അല്ലാഹു ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗ്യം എനിക്കും നിങ്ങൾക്കും തരട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു നഖം വെട്ടിയിട്ട് കാത്തിരിക്കുമ്പോ ശത്രുക്കൾ പിടിച്ച് തൻഈമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു വില്ലിന്റെ ആ വില്ലിനെ അഴിച്ചിട്ട്, അമ്പും വില്ലുമാകുന്ന വില്ലിനെ അഴിച്ചിട്ട് അതിൽ കൈ ബന്ധിച്ചിട്ട് ഖുബൈബ് ബിൻ അദിയെ തൻഈമിൽ കൊണ്ടുവന്ന് കഴുമരത്തിലോട്ട് കയറ്റുകയാണ്. ആ സന്ദർഭത്തിൽ മദീനയിൽ ഇരുന്നു കൊണ്ട് നേരാവ് പറയുന്നു, സഹാബത്തെ, സഹാബത്തെ, ഇന്നലെ വരെ നിങ്ങളുടെ വലതുഭാഗത്തിരുന്ന ഖുബൈബ് ഇതാ തൻഈമിനിതാ ക്രൂശിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിനെ വരിഞ്ഞു മുറുക്കിയിട്ട് തൂക്കിലേറ്റുകയാണ്. സഹാബത്തെ, അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുമ്പോ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ കഴുവരപ്പിലേക്ക് വലിച്ചു കയറ്റുകയാണ്. ആ സന്ദർഭത്തിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ത്യാഭിലാഷം എന്തെന്ന് ചോദിച്ചാൽ നിങ്ങൾ കത്തി വേണമെന്ന് ആവശ്യപ്പെടുമ്പോ തന്ന നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണെന്ന് ചോദിക്കുമ്പോ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കാം, നിങ്ങൾ അനുവാദം തരുവോ? അനുവാദം കൊടുത്തു. 2 റക്അത്ത് നമസ്കരിച്ചു. പെട്ടെന്ന് സലാം വീട്ടി. എന്നിട്ട് ശത്രുക്കളോടൊരു പ്രസംഗം നടത്തി. ശത്രുക്കളെ വിളിച്ചുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നമസ്കാരം ഒന്ന് ദീർഘിപ്പിക്കാൻ കൊതിച്ചുപോയി. ഒരുപാട് സൂറത്തുകൾ ഓതിയിട്ട് നിസ്കാരം ഒന്ന് നീട്ടാൻ എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ ഞാൻ അവിടെ ദീർഘിപ്പിച്ച് നിസ്കരിച്ച നിങ്ങളെ കരുതും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്. ഖുബൈബിന് മരിക്കാൻ പേടിയില്ല. അതുകൊണ്ട് കൊന്നോ എന്ന് പറഞ്ഞിട്ട് മരണത്തിന്റെ മുമ്പിൽ നിവർന്നു കൊടുത്ത ഖുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിലേക്ക് കയറ്റിയിട്ട് ശത്രുക്കൾ ചോദിക്കുകയാണ്, നിന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഇറക്കിയിട്ട് മുഹമ്മദിനെ സങ്കല്പിക്കാൻ നിനക്ക് പറ്റുമോ? ആ സന്ദർഭത്തില് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ പുണ്യഭൂമാന്റെ കാൽപാദത്തില് ഒരു ചെറിയ മുള്ളിന്റെ അഗ്രം പറക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല എന്ന് പറഞ്ഞിട്ട് കഴുമരത്തിലേക്ക് കയറിയ ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു വീണ്ടും ഒരു ആഗ്രഹം ചോദിക്കുകയാണ്. എന്റെ മക്കളെ ഒന്ന് കണ്ടോട്ടെ എന്നല്ല, എന്റെ ഭാര്യ ഞാൻ അന്ത്യചുംബനം കൊടുത്തോട്ടെ എന്നല്ല. ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ച ഒരേ ഒരു ചോദ്യം, എന്നെ ഖിബിലക്ക് നേരെ തിരിച്ചു നിർത്തിയിട്ട് കൊല്ലോ കൂട്ടരെ എന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹം പോലെ സാധിപ്പിച്ചു കൊടുക്കാൻ ശത്രുക്കൾ തയ്യാറാകില്ല. അവർ കൊല്ലുന്ന നേരത്ത് ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹു ആ കഴുമരത്തിൽ കിടന്നുകൊണ്ട് പറയുന്നു, വലസ്തു ഉബാലീന ഉഖ്തൽ മുസ്ലിമാ അലാ അയ്യ ശഖിൻ കാന ലില്ലാഹി മസ്റഈ. ഞാൻ മുസ്ലിമായി മരിച്ചാൽ ഏത് കോണിലേക്ക് തിരിഞ്ഞു മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. വദാലിക ഫീ ദാതി ഇലാഹി വഇയസാ
യുബാരിക് അലാ ഔസ്വാൽ ശിൽവിം വമസ്സഈ. എന്റെ ചിന്ന ഭിന്നമാക്കപ്പെട്ട ശരീരഭാഗങ്ങളിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞു മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമല്ല. ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, ഹീന ഉഖ്തലു മുസ്ലിമാ, മുസ്ലിമാ എനിക്ക് മരിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ നമ്മളോട് പറയുന്നത് മുസ്ലിമാകിട്ടല്ലാരും മരിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഈ 3 അടയാളങ്ങൾ ജീവിതത്തിലുണ്ടെങ്കിൽ അവന്റെ ഹൃദയം അല്ലാഹു വിശാലമാക്കി കൊടുത്തു. അങ്ങനെ ഹൃദയം വിശാലമായ ഇസ്ലാമിന്റെ ഹുദകള്, ഇസ്ലാമിന്റെ സന്മാർഗത്തിന്റെ പാതകളിൽ നിന്ന് ശരീഅത്തിന്റെ നിയമങ്ങൾ സ്വീകരിക്കാനുള്ള മനസ്സ് വിശാലമാകും. അങ്ങനെ ആയാൽ അല്ലാഹുവിന്റെ ദാറുസ്സലാമിലേക്ക് നിന്നെ വിളിക്കുന്നു. അല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. അനുസരണയുള്ള പൊന്നുമോൻ കുറച്ചുനാള് വാപ്പായിൽ നിന്ന് മാറി നിന്നിട്ട് വാപ്പ പറഞ്ഞ് അത് അനുസരിച്ചുകൊണ്ട് തറവാടിലേക്ക് മടങ്ങി പോകുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് മടങ്ങി പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആയിൽ പങ്കെടുക്കും. ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും പ്രഭാഷണത്തിനെത്തണം. അല്ലാഹു തആല ദീർഘായുസ് നൽകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഒരാൾ പോലും പോകരുത്. പുറത്ത് നിൽക്കുന്ന സഹോദരങ്ങളൊക്കെ ഈ സദസ്സിലോട്ട് കടന്നിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.